ഓം ശാന്തി. 16/1/2022 മുരളിയുടെ റിവൈസ് ഡേറ്റ് 25/12/1989. रूहानी पक्കൂർ में रह बेफिकर बादशाह बनो. ആത്മീയ ലഹരിയിലിരുന്ന് നിശ്ചിന്ത ചക്രവർത്തിയാകൂ. आज बढ़ते बड़े बाप बच्चों को अलौकिक दिव्य संगम युग के हर दिन की मुबारक दे रहे हैं. ഇന്ന് വലിയതിലും വലിയ ബാബ തന്റെ കുട്ടികൾക്ക് അലൗകികമായ ദിവ്യമായ സംഗമയുഗത്തിന്റെ ഓരോ ദിനങ്ങളുടെയും ആശംസകൾ നേരുകയാണ്. ഇന്ന് വലിയതിലും വലിയ ബാബ കുട്ടികൾക്ക് അലൗകികമായ ദിവ്യമായ സംഗമയുഗത്തിന്റെ ഓരോ നാളുകളുടെയും ആശംസകൾ നേരുകയാണ്. दुनिया वालों के लिए विशेष एक बड़ा दिन होता है. ലോകത്തില് ഉള്ളവർക്ക് വിശേഷിച്ചും ഒരു വലിയ ദിവസം ഉണ്ടായിരിക്കും അല്ലെ? വലിയ നാളുകൾ, വലിയ ദിവസം ലോകത്തിലുള്ളവർക്ക് അങ്ങനെ വലിയ നാളുകൾ ഉണ്ടായിരിക്കും. ഏതെങ്കിലും അങ്ങനെയുള്ള സ്പെഷ്യൽ ഡേയ്സ് ഉണ്ടായിരിക്കും. वो समझते हैं बड़े दिल से मना रहे हैं. അപ്പോ അവര് വിചാരിക്കുന്നത്, അവര് മനസ്സിലാക്കുന്നത് വലിയ നാളുകൾ വലിയ മനസ്സോടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. लेकिन आप जानते हो उन्हें उनका मनाना क्या है. പക്ഷെ നമ്മൾ കുട്ടികൾക്ക് അറിയാം അവര് ആഘോഷിക്കുന്നത് എന്താണ്. ഇവിടെ വലിയതിലും വലിയ അച്ഛൻ തന്റെ കുട്ടികൾക്ക് അലൗകികമായ ദിവ്യമായ സംഗമയുഗത്തിന്റെ ഓരോ നാളുകളുടെയും ആശംസകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലുള്ളവർ വളരെ വലിയ നാളുകൾ, സ്പെഷ്യൽ ഡേയ്സ് ആഘോഷിക്കുന്നു. വലിയ നാളുകളിൽ എന്താണ് ചെയ്യുന്നത്? അവര് വിചാരിക്കുന്നത് വലിയ ഹൃദയത്തോടെ ആഘോഷിക്കുകയാണ്. എന്നാൽ കുട്ടികൾക്കറിയാം അവരുടെ ആഘോഷം എന്താണ്. उनका मनाना आप बड़े से बड़े बाप के बड़े दिल वाले बच्चों का मनाना कितना न्यारा और कितना प्यारा है. അവരെ ആഘോഷിക്കുന്നതും നമ്മൾ കുട്ടികൾ ആഘോഷിക്കുന്നതും വലിയതിലും വലിയ അച്ഛന്റെ വലിയ ഹൃദയമുള്ള കുട്ടികൾ ആഘോഷിക്കുന്നതും എത്രയോ വേറിട്ടതും എത്രയോ പ്രിയപ്പെട്ടതുമാണ്. എത്ര വ്യത്യസ്തമാണ്, എത്ര പ്രിയപ്പെട്ടതാണ്. ജैसे दुनिया वालों का बड़ा दिल है. ലോകത്തിലുള്ളവരുടെ വലിയ നാളുകളാണ്. ഖുഷിമേ നാച്ചത്തെ ഗാത്തെ ഏക് ദോക്കോ ഉസ് ദിൻ കി മുബാരക് ദേത്തെ ഹെ. ലോകത്തിലുള്ളവർ സന്തോഷത്തിൽ നൃത്തമാടി പാട്ടുപാടി പാടിയും ആടിയും അവർ പരസ്പരം ആശംസകൾ നേരുന്നു. ऐसे आप बच्चों के लिए സംഗം യുഗ് ഹി ബഡാ യുഗ് ഹെ. പക്ഷേ നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഈ സംഗമയുഗം വലിയ യുഗമാണ്. आयु में छोटा ही लेकिन विशेषताओं और प्राप्ति दिलाने में सबसे बड़ा युग है. ബാബ പറയാണ്, ആയുസ്സിൽ ഇത് ചെറിയ യുഗമാണ്. സംഗമയുഗം ആയുസ്സിൽ ചെറിയ യുഗമാണ്. എന്നാൽ ബാബ പറയാണ് വിശേഷതകളിൽ, പ്രാപ്തികളിൽ വിശേഷതകൾ നൽകുന്ന, പ്രാപ്തികൾ നൽകുന്ന ഏറ്റവും വലിയ യുഗമാണ് സംഗമയുഗം. അപ്പോ ആയുസ്സിൽ അതിന്റെ ഏജ് നോക്കുമ്പോൾ ശരിക്കും സംഗമയുഗം എന്ന് പറയുന്നത് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. മറ്റേ 1250 വർഷം ഓരോ യുഗവും എന്ന് പറയുമ്പോൾ വെറും 100 വർഷം മാത്രമാണ് സംഗമയുഗം. അപ്പൊ എത്രമാത്രം 1250 വർഷം എന്ന് പറയുമ്പോൾ അതിലൊരു 100 വർഷം എന്ന് പറയുമ്പോൾ ഒന്ന് നോക്കിയേ അത്രയ്ക്കുള്ള സംഗമയുഗം. പക്ഷെ വിശേഷതകളും പ്രാപ്തികളും എല്ലാം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ യുഗമാണിത്. तो संगम युग का हर दिन आपके लिए बड़ा दिन है. സംഗമയുഗത്തിന്റെ ഓരോ നാളുകളും നമ്മൾ കുട്ടികൾക്ക് വേണ്ടി വലിയ നാളുകളാണ്. അപ്പൊ സംഗമയുഗത്തിലെ ഓരോ ദിവസവും നമ്മൾ കുട്ടികളെ സംബന്ധിച്ച് വലിയ നാളുകളാണ്. क्योंकि बड़े से बड़ा बाप बड़े युग संगम युग में ही मिलता है. എന്തുകൊണ്ടാണ്
സംഗമയുഗത്തിന്റെ ഓരോ നാളുകളും നമുക്ക് വേണ്ടി വളരെ വലിയ നാളുകളാണ് എന്ന് പറയുന്നത്. വലിയതിലും വലിയ ബാബ വലിയ യുഗം അഥവാ സംഗമയുഗത്തിലാണ് നമ്മൾ കുട്ടികളുമായുള്ള കൂടിക്കാഴ്ച നടത്തുന്നത് അല്ലെ. അപ്പൊ ബാബ പറയാണ് വലിയതിലും വലിയ ബാബ അല്ലെ, ഈ സംഗമയുഗത്തിലാണ് നമ്മൾ കുട്ടികളുമായുള്ള കൂടിക്കാഴ്ച നടത്തുന്നത്. അതുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് സംഗമയുഗത്തിന്റെ ഓരോ നാളുകളും വലിയ നാളുകളാണ്. സാത് സാത് ബാപ് ദ്വാര ബഡേത്തെ ബഡി പ്രാപ്തി ബി അഭി ഹോത്തി ഹെ. ഒപ്പം ബാബയിലൂടെ വലിയതിലും വലിയ പ്രാപ്തികളും ഇപ്പോഴാണ് ഉണ്ടാകുന്നത്. ബാപ് ദാദാ സഭി ബച്ചോं को ബഡേത്തെ ബഡാ പുരുഷോത്തം അബ് ബനാത്തെ ഹെ. ബാപ് ദാദ തന്റെ കുട്ടികളെ വലിയതിലും വലിയ പുരുഷോത്തമരാക്കി മാറ്റുന്നത് ഇപ്പോഴാണ്. जैसे आज के दिन की विशेषता है खुशियां मनाना, एक दो को गिफ्ट देना, मुबारक देना और फादर द्वारा ही गिफ्ट मिलने का दिन मनाते हैं. ബാബ പറയാണ് ഇന്നത്തെ ദിവസത്തിന്റെ വിശേഷത സന്തോഷം ആഘോഷിക്കുക. ഇന്നത്തെ ദിവസത്തിന്റെ വിശേഷത എന്ന് പറയുന്നത് സന്തോഷം ആഘോഷിക്കുകയാണ്. അപ്പൊ ബാബ പറഞ്ഞു അല്ലെ, ഈ സംഗമയുഗത്തിൽ മാത്രമാണ് വലിയതിലും വലിയ അച്ഛനിലൂടെ വലിയതിലും വലിയ പ്രാപ്തി നമുക്ക് ഉണ്ടാകുന്നത്. ഇപ്പോൾ മാത്രമാണ്. എല്ലാ കുട്ടികൾക്കും വലിയതിലും വലിയ ആ പുരുഷോത്തമരായി കുട്ടികളെ ബാബ ഇപ്പോഴാണ് അല്ലെ നിർമ്മിക്കുന്നത്. വലിയതിലും വലിയ പുരുഷോത്തമരാക്കി മാറ്റുന്നത് ഇപ്പോൾ മാത്രമാണ്. ബാബ പറയാണ് ഇന്നത്തെ ദിവസത്തിന്റെ വിശേഷത സന്തോഷം ആഘോഷിക്കുക, പരസ്പരം ഗിഫ്റ്റ് നൽകുക, ആശംസകൾ നൽകുക. അച്ഛനിലൂടെ ഗിഫ്റ്റ് ലഭിക്കുന്ന ദിവസം നമ്മൾ ആഘോഷിക്കുകയാണ്. तो आप सबको बाप ने, അതായത് 25/12 ക്രിസ്മസ് ആണ്. അതാണ് ബാബന് സാന്താക്ലോസ് അപ്പൂപ്പൻ എന്താണെന്ന് അറിയാം ഗിഫ്റ്റ് നൽകുന്ന സമയമല്ലേ. ബാബ പറയുന്ന അച്ഛനിലൂടെ കുട്ടികൾക്ക് ഗിഫ്റ്റ് ലഭിക്കുന്ന ദിവസം ആഘോഷിക്കുകയാണ്. ആപ്പ് സബ്കോ ബാപ്നെ സംഗം യുഗ് പർ ബഡേത്തെ ബഡി ഗിഫ്റ്റ് ക്യാ ദി. അല്ലെ, നിങ്ങൾ കുട്ടികൾക്ക് ഈ സംഗമ യുഗത്തിൽ വലിയതിലും വലിയ ഗിഫ്റ്റ് ബാബ എന്താണ് നൽകിയത്? ബാപ് ദാദാ സദാ കഹത്തെ ഹെ मैंने आप बच्चों के लिए हथेली पर स्वर्ग का राज्यभाग्य लाया है. അല്ലെ, ബാപ് ദാദ സദാ കുട്ടികളോട് പറയാറുണ്ട്, ഞാൻ നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി കൈകളിൽ സ്വർഗത്തിന്റെ രാജ്യഭാഗ്യവുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ബാബ കുട്ടികൾക്ക് വേണ്ടി കൈകളിൽ അല്ലെ സ്വർഗരാജ്യഭാഗ്യവുമായിട്ടാണ് വന്നിരിക്കുന്നത്. तो सबकी हथेली पर स्वर्ग का राज्यभाग्य है. അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും ബാബ നൽകിയിരിക്കുന്ന എന്താണ്? സ്വർഗരാജ്യഭാഗ്യമാണ്. അതായത് എല്ലാവരുടെയും കൈകളിൽ ബാബ സ്വർഗരാജ്യഭാഗ്യം നൽകിയിരിക്കുകയാണ്. ജിസ്കോ कहते हैं तिरी पर बहिश्त, इसे बड़ी गिफ्ट और कोई दे सकता है. അപ്പൊ ഇതിനെയാണ് പറയുന്നത് കൈകളിൽ സ്വർഗത്തിന്റെ ഗിഫ്റ്റ്. അല്ലെ, കൈകളിൽ ബാബ സ്വർഗവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അല്ലെ, കുട്ടികളുടെ കൈകളിലേക്ക് ബാബ അത് നൽകുകയാണ്. അല്ലെ, ഇതിനേക്കാളും വലിയൊരു ഗിഫ്റ്റ്, സ്വർഗരാജ്യഭാഗ്യത്തിനേക്കാളും വലിയൊരു ഗിഫ്റ്റ് ബാബയ്ക്ക് നൽകാൻ സാധിക്കുമോ? ഭണ്ഡാരം ഹോസ്പിറ്റലിലേക്ക് ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ആഹാരം കൊടുക്കാൻ എന്താണ് കൊടുക്കണം എന്നുള്ള ലൈലാസ്റ്റ് ഒന്ന് പറയണം, ഓർക്കൊന്നും അറിയില്ല. അപ്പൊ ബാബ പറയണ്ട ഇതിനേക്കാളും വലിയ ഗിഫ്റ്റ് മറ്റെന്തെങ്കിലും നൽകാൻ, മറ്റാർക്കെങ്കിലും നൽകാൻ സാധിക്കുമോ? तो कितने भी बड़े आदमी बड़ी गिफ्ट दे लेकिन बाप की गिफ्ट के आगे वो क्या होगी. അപ്പൊ എത്ര വലിയ ആളുകളും എത്ര വലിയ ഗിഫ്റ്റ് നൽകിയാലും, എത്ര വലിയ ആളുകളാണെങ്കിലും എത്ര വലിയ ഗിഫ്റ്റ് നൽകിയാലും ബാബ പറയാണ് ബാബ നൽകുന്ന ഗിഫ്റ്റിന്റെ മുന്നില് അതെന്തായിരിക്കും? വലിയ വലിയ ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് വലിയ ഗിഫ്റ്റ് ആരെങ്കിലും നമുക്ക് നൽകുകയായിരിക്കാം. പക്ഷെ ബാബ പറയാണ് എത്ര വലിയ വ്യക്തിയാണെങ്കിലും ആ വ്യക്തി നൽകുന്ന ഗിഫ്റ്റ് എത്ര വലുതാണെങ്കിലും ബാബ നൽകുന്ന ഗിഫ്റ്റിന്റെ മുന്നിൽ അതെന്താണ്? ജയ്സെ സൂര്യക്ക് ആകെ ദീപം, സൂര്യന്റെ മുന്നിൽ ഒരു ദീപം പോലെയാണത്.
संगम युग की यादगार निशानिയ अन्य ധർമ്മോं में भी रह गई. സംഗമ യുഗത്തിന്റെ ഓർമ്മചിഹ്നങ്ങള് മറ്റു ധർമ്മങ്ങളിലും അവശേഷിച്ചിരിക്കുന്നു. സാന്റ വന്നിട്ട് ഗിഫ്റ്റ് നൽകുന്നത്, അല്ലെ, സാന്റ അപ്പം വന്ന് ഗിഫ്റ്റ് നൽകുന്നത് എന്താണ്? ഈ സംഗമയത്തില് ഷേബാബയാകുന്ന മുത്തച്ഛൻ ബ്രഹ്മാവാകുന്ന അച്ഛനിലൂടെ നമുക്ക് സ്വർഗരാജ്യത്തിന്റെ ഗിഫ്റ്റ് നൽകാണ്. ഇതിനേക്കാളും വലിയതിലും വലിയ ഗിഫ്റ്റ് ആർക്ക് നൽകാൻ പറ്റും? എത്ര വലിയ വ്യക്തിത്വങ്ങളാണെങ്കിലും ഇത്രയും വലിയ ഗിഫ്റ്റ് നൽകാൻ സാധ്യമല്ല. तो संगम युग की यादगार निशानियां अन्य धर्मों में रह गई. आपको बड़े युग में बड़े बाप से बड़े बड़े गिफ्ट दी हैं, इसलिए आज के बड़े दिन पर इस विधि से मनाते हैं. ബാബ പറയാണ്, സംഗമയുഗത്തിന്റെ ഓർമ്മചിഹ്നത്തിന്റെ അടയാളങ്ങള് മറ്റു ധർമ്മങ്ങളിലും അവശേഷിച്ചിരിക്കുന്നു, അല്ലെ? അതായത് നിങ്ങളുടെ വലിയ യുഗത്തിൽ വലിയ അച്ഛനിൽ നിന്നും വലിയതിലും വലിയ ഗിഫ്റ്റ് കുട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ട്, അല്ലെ? നമ്മുടെ സംഗമയുഗമാകുന്ന വലിയ യുഗത്തിൽ വലിയ അച്ഛനിൽ നിന്നും വലിയതിലും വലിയ ഗിഫ്റ്റ് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ വലിയ ദിവസത്തിന്, അല്ലെ, വലിയ ദിവസത്തിൽ ലൗകിക് രീതി സെ ഭി ദേഖോ ഫാദർ ബച്ചോं को दादा होता है. അപ്പൊ ബാബ പറയാണ്, ഫാദർ സദാ കുട്ടികൾക്ക് നൽകുന്നവനാണ്, ഫാദർ സദാ ദാതാവാണ്. അതുകൊണ്ട് ലൗകിക രീതിയിലും നോക്കൂ, ഫാദർ കുട്ടികൾക്ക് എപ്പോഴും ദാതാവായിരിക്കുന്നു. ഫാദർ സദാ ബച്ചോं को देने वाला, അച്ഛൻ എപ്പോഴും തന്റെ കുട്ടികൾക്ക് സദാ നൽകുന്നവനാണ്. ചാഹെ ലൗകിക രീതി സെ ഭി ദേഖോ ഫാദർ ബച്ചോं का दादा होता है. ഇല്ല, ലൗകിക രീതിയിൽ നോക്കിയാലും ഫാദർ തന്റെ കുട്ടികൾക്ക് ആരായിരിക്കും? ലൗകിക രീതിയിലും ദാതാവ് തന്നെയാണ്. तो ये है बेहद का फादर. ഇവിടെ ശിവബാബ ആരാണ്? പരിധികളില്ലാത്ത അച്ഛൻ, അല്ലെ? ഇപ്പൊ പരിധിയുള്ള അച്ഛൻ പോലും കുട്ടികൾക്ക് എപ്പോഴും ദാതാവായിരിക്കുന്നു എങ്കിൽ ബാബ ആരാണ്? പരിധികളില്ലാത്ത അച്ഛൻ. तो और कोई भी गिफ्ट कितने समय चले. ഇനി ലോകത്തിൽ എത്ര വലിയ വ്യക്തികൾ എത്ര വലിയ ഗിഫ്റ്റ് നമുക്ക് നൽകിയാലും ഈ ഗിഫ്റ്റുകള് എത്ര കാലം ഉണ്ടായിരിക്കും? എത്ര കാലം നമ്മുടെ കൂടെ വരും? എത്ര കാലം അതിന് നിലനിൽപ്പുണ്ട്? तो कितने अच्छे अच्छे मुबारक के कार्ड गिफ्ट में देते हैं, അല്ലെ? എത്ര നല്ല നല്ല ആശംസകൾ, ക്രിസ്മസ് ആശംസകൾ, മെറി ക്രിസ്മസ്, അല്ലെ, ആൻഡ് ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല നല്ല ഭംഗിയുള്ള കാർഡുകളൊക്കെ തരും, അല്ലെ? ആ കാർഡ് എന്ത് ചെയ്യാനാണ്? थोड़ा समय चलता है, കുറച്ച് സമയം ഉണ്ടാവും. तो खाने पीने की मीठी चीजें भी देंगे, वो भी कितना समय चलेगी. ഇനി അത് പോട്ടെ, ഇനി കാർഡ് മാത്രമല്ല, നമുക്ക് കഴിക്കാനും കുടിക്കാനും നല്ല മധുരമായ പലഹാരങ്ങൾ നൽകിയാൽ പോലും അതും എത്ര സമയം ഉണ്ടായിരിക്കും? അതും നമ്മളുടെ നിശ്ചിത ദിവസങ്ങളല്ലേ ഉണ്ടാവുള്ളൂ. ഇത്രേ സമയം ഖുഷി മനായെങ്കിൽ എത്ര സമയം ഈ സ്പെഷ്യൽ ഡേയ്സുകളിൽ നമ്മൾ സന്തോഷം ആഘോഷിക്കും. നാച്ചെങ്കെ ഗായെങ്കെ ഏക് രാത്രി, അല്ലെ? പാടും ആടും ഒരു രാത്രി. लेकिन आप आत्माओं को बाप ऐसे गिफ्ट देते हैं, इस जन्म में भी साथ है ही और जन्म जन्म साथ रहे. അല്ലെ? നിങ്ങൾ ആത്മാക്കൾക്ക് ബാബ അതുപോലെയുള്ള ഗിഫ്റ്റ് നൽകാണ്. ഈ ജന്മവും നിങ്ങളുടെ കൂടെ വരും, ജന്മജന്മാന്തരങ്ങളിലേക്ക് കൂടെ വരും. അപ്പൊ ബാബ പറയാണ്, ജന്മജന്മാന്തരങ്ങളിലേക്ക് കൂടെ വരും, ഓരോ ജന്മവും കൂടെ വരും. അങ്ങനെയുള്ള ഗിഫ്റ്റാണ് ബാബ വന്ന് കുട്ടികൾക്ക് നൽകുന്നത്. ദുനിയാ വാലെ കഹത്തെ ഹേ കാലി ഹാത്ത് ആയി കാലി ഹാത്ത് ജാനാ ഹേ. അല്ലെ? ലോകത്തിലുള്ളവരെന്താ പറയുന്നത്? കാലി കൈകളായിട്ട് വന്നു, കാലി കൈകളായിട്ട് മടങ്ങണം എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ബാബ ജന്മജന്മാന്തരങ്ങളിലേക്ക് കൂടെ വരുന്ന ഗിഫ്റ്റാണ് നൽകുന്നത്. ബാക്കിയുള്ള ഗിഫ്റ്റും മധുരപലഹാരങ്ങളെല്ലാം ദിവസങ്ങളേ ഉള്ളൂ. പക്ഷെ ഇത് ജന്മജന്മാന്തരങ്ങളിലേക്ക് കൂടെ വരുന്ന ഗിഫ്റ്റാണ് ബാബ നൽകുന്നത്. ലേക്കിൻ ആപ് ക്യാ കഹെങ്കെ, അവര് പറയും കാലി കൈയായിട്ട് വന്നു, കാലി കൈയായിട്ട് പോണം, അല്ലെ? പക്ഷെ നമ്മൾ എന്ത് പറയും? ആ ഫലക് സെ കഹത്തെ ഹോ ഹം ആത്മായെ ബാപ് ദ്വാര മിലെ ഹുയെ ഖജാനോ സെ ഭർപൂർ ഹോക്കർ ആയേഗി. നമ്മൾ അഭിമാനത്തോടെ പറയും, അന്തസ്സോടെ പറയും, ലഹരിയോടെ പറയും, ഞങ്ങൾ ആത്മാക്കൾക്ക് ഞങ്ങളുടെ അച്ഛനിലൂടെ ലഭിച്ച ഈ ഈശ്വരീയ ഖജനാവുകളാൽ, അല്ലെ, ഞങ്ങൾ നിറഞ്ഞവരായിട്ട് മാറുന്നു. അപ്പോ ഈ, അല്ലെ, അതായത് നമ്മൾ ആത്മാക്കൾക്ക് ബാബയിലൂടെ ലഭിച്ചിരിക്കുന്ന ഈ ഖജനാവുകളാൽ നമ്മൾ നിറഞ്ഞവരാകുകയാണ്. അനേക ജനം ഭർപൂർ രഹേഗി,
അനേക ജന്മങ്ങൾ നമ്മൾ നിറഞ്ഞവരായിരിക്കും, നിറഞ്ഞു കവിഞ്ഞവരായിരിക്കും. 21 ജന്മം തക്ക് ഈ ഗിഫ്റ്റ് സാത്തിരകി. 21 ജന്മങ്ങളിലേക്ക് ബാബ നൽകുന്ന സമ്മാനം സദാ നമ്മുടെ കൂടെ ഉണ്ടാകും അല്ലേ. അപ്പം സാന്താക്ലോസ് അപ്പൂപ്പൻ ആരാണ്? സാന്റ ആരാണ്? ബ്രഹ്മബാബയാണ്. ബ്രഹ്മബാബയിലൂടെ ശിവബാബയാണ് നമുക്ക് ഗിഫ്റ്റ് നൽകുന്നത്. അപ്പൊ ബാബ പറയുന്നത് ഇത് 21 ജന്മം നിങ്ങളുടെ കൂടെ വരും അല്ലേ. 1-2 ജന്മല്ല, 21 ജന്മം കുട്ടികളുടെ കൂടെ വരും. അനേക ജന്മങ്ങളിലേക്ക് ബാബ നമുക്ക് നിറച്ചു തരികയാണ്, നമ്മളെ നിറഞ്ഞവരാക്കി മാറ്റാണ് അല്ലേ. ബാബയിലൂടെ ലഭിച്ച സർവ്വഖജനാവുകളാലും നമ്മൾ നിറയുകയാണ്. ऐसे ഗിഫ്റ്റ് കബി ദേഖി ഹെ. 21 ജന്മം കൂടെ വരുന്ന അങ്ങനെ ഒരു ഗിഫ്റ്റ് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? അതുപോലെ ഒരു ഗിഫ്റ്റ് ആർക്കെങ്കിലും തരാൻ കഴിഞ്ഞിട്ടുണ്ടോ? എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ഗിഫ്റ്റ് കണ്ടിട്ടുണ്ടോ? चाहे किसी भी फॉरेन के देश के राजा व रानी हो ऐसे गिफ्ट दे सकते हैं. ശരി അല്ലെ, ഫോറിൻ കൺട്രീസിലെ രാജാവോ റാണിയോ നിങ്ങൾക്ക് ഗിഫ്റ്റ് നൽകാണ്. ബാബ നൽകുന്ന ഈ ഗിഫ്റ്റ് പോലെ ഗിഫ്റ്റ് നൽകാൻ സാധിക്കും. സ്വർഗരാജ്യത്തിന്റെ ഗിഫ്റ്റ്, അതും 21 ജന്മങ്ങളിലേക്ക്, ജന്മജന്മാന്തരങ്ങളിലേക്ക് നിങ്ങളെ നിറഞ്ഞ് കവിഞ്ഞവരാക്കി മാറ്റുന്ന ഗിഫ്റ്റ് അല്ലെ, ആർക്കെങ്കിലും നൽകാൻ പറ്റും. तो चाहे पूरा तख्त दे दे, ഓഫർ കരേ ഏ തഖ്ത് ആപ്പ് ലേലോ അല്ലെ. ഇനി വിദേശത്തെ വല്ല രാജാവോ റാണിയോ നിങ്ങൾക്ക് ഗിഫ്റ്റ് നൽകിയിരിക്കും. തന്റെ സിംഹാസനം തന്നെ നൽകുകയാണ് അല്ലെ. തന്റെ സിംഹാസനം തന്നെ നൽകിയിട്ട് പറയാണ് ഇത് താങ്കൾ എടുത്തോളൂ, താങ്കൾ ഇനി രാജ്യം ഭരിച്ചോളൂ എന്ന് നമ്മളോട് പറഞ്ഞാലോ ആപ് ക്യാ കരേങ്കെ? കൊയ് ലേഗ അല്ലെ. ബ്രാഹ്മണ കുട്ടികൾ എന്ത് ചെയ്യും? ആരെങ്കിലും ആ സിംഹാസനം സ്വീകരിക്കോ? ബാബ്ക്കെ ദിൽ തഖ്ത് ആകെ യേ തഖ്ത് ഭി ക്യാ ഹൈ. ബാബ നൽകിയ ഹൃദയ സിംഹാസനത്തിന് മുന്നിൽ ഈ സിംഹാസനത്തിന് എന്ത് വാല്യൂ ഉണ്ട് അല്ലെ. ഇന്നത്തെ മന്ത്രി കസേരയിൽ ഇരുന്നാലോ, പ്രസിഡന്റിന്റെയും പ്രൈം മിനിസ്റ്ററുടെയും കസേരയിൽ ഇരുന്നാലത്തെ അവസ്ഥ എന്താന്ന് ആലോചിച്ചു. സത്യത്തിൽ നാരായണൻ വിശ്വരാജ്യത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന പോലെയാണോ? ആണോ? എന്താ വ്യത്യാസം? സത്യത്തിൽ നാരായണ വിശ്വരാജ്യ സിംഹാസനത്തിൽ ഇരിക്കുന്നതും ഇപ്പോഴത്തെ അല്ലെ മോദി ആ കസേരയിൽ ഇരിക്കുന്നതും എന്താ വ്യത്യാസം? പ്രസിഡന്റും പ്രൈം മിനിസ്റ്റർ അവരുടെ കസേരയിൽ ഇരിക്കുന്നതിന് എന്താ വ്യത്യാസം? അത് മാത്രമാണോ? വേറെന്താ വ്യത്യാസം? വേറെ മോദിക്ക് പവിത്രത. ടെൻഷൻ തല എപ്പോ പോകുന്നറിയില്ല, എപ്പോൾ വെടിയേറ്റ് മരിക്കുന്ന ഒരു പിടിയില്ല. അതായത് ബാബ പറയില്ലേ വിനാശം തൊട്ട് മുന്നിലാണ്, അതേപോലെ അവരുടെ മരണം തൊട്ട് മുന്നിലാണ് അല്ലേ. അവര് അതിശക്തന്മാരാണ്. കാരണം ആ കസേരയിൽ ഇരിക്കണമെങ്കിൽ നല്ല മാനസികമായ മനഃശക്തി വേണം, എന്നാലേ അവിടെ ഇരിക്കാൻ പറ്റൂ. സ്വന്തം മരണത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കസേരയിൽ. അത് മാത്രമല്ല സംഘർഷഭരിതമാണ്. എപ്പോഴും അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും രാജ്യത്ത് അല്ലെ. എപ്പോഴും മാനസിക സംഘർഷങ്ങളാണ് അവർക്ക്. സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ കസേര എപ്പോ നഷ്ടപ്പെടുന്ന അറിയില്ല, പദവി എപ്പോ നഷ്ടപ്പെടുന്ന അറിയില്ല. പദവി ഏത് സെക്കൻഡിൽ നഷ്ടപ്പെടാം, കഴുത്തിന്റെ മേലെ നിന്ന് തല ഏത് സമയത്ത് നഷ്ടപ്പെടാം, ഏത് സമയത്തും മരണം സംഭവിക്കാം. അങ്ങനെ ഒന്നിനും ഗ്യാരണ്ടി ഇല്ല. പക്ഷെ സത്യവത്തിലെ നാരായണൻ വിശ്വരാജ്യത്തില് രാജ്യം ഭരിക്കുന്നത് എന്ത് നിശ്ചിന്തമായി, എത്ര ശാന്ത ഗംഭീരമായിട്ടായിരിക്കാം. അവർക്ക് വല്ല പിരിമുറുക്കമുണ്ടോ? ഒന്നുമില്ല. വ്യത്യാസം. അപ്പൊ ബാബ പറയാണ് നോക്ക്, അപ്പൊ നമുക്ക് ഇപ്പൊ ഏതെങ്കിലും രാജാക്കന്മാര് അവരുടെ സിംഹാസനം എടുത്തോളാൻ പറഞ്ഞാ നമുക്ക് എന്ത് തോന്നും? അയ്യോ ഞാനിപ്പോ ബാബയുടെ ഹൃദയ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്, പരമാത്മാവിന്റെ ഹൃദയ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്, എനിക്കെന്തിനാണ് അല്ലെ ഈ സിംഹാസനം അല്ലെ. ഇപ്പൊ ബാബയുടെ ഹൃദയ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു സുഖം, ആ ഹൃദയ സിംഹാസനത്തിൽ, ആ സ്നേഹത്തിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് നമ്മൾ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുക അല്ലെ. അപ്പൊ ആ ഒരു അതീന്ദ്രിയ ആനന്ദ ലഹരി നമുക്ക് ആ രാജ്യസിംഹാസനത്തിൽ ഇരുന്നാൽ കിട്ടും ഇന്നത്തെ അല്ലെ. അതുകൊണ്ട് നമ്മൾ സ്വീകരിക്കൂ. ബാബ നൽകുന്ന ഹൃദയ സിംഹാസനത്തിന് മുന്നിൽ ഈ സിംഹാസനം എന്താണ് അല്ലെ. ഇസ്ലിയെ ആപ് സബി ഫക്കൂർമേ രഹത്തെ ഹോ. അതുകൊണ്ട് തന്നെ കുട്ടികൾ വളരെ ആത്മീയ ലഹരിയിലാണ് ഇരിക്കുന്നത്.
ഫക്കൂർ അർത്ഥാത് റുഹാനി നശ അല്ലെ, നമുക്ക് അത്രയും ലഹരിയുണ്ട്, ആത്മീയ ലഹരിയുണ്ട്. इस रूहानी फक्कुर में रहने वाले किसी भी बात का फिक्र नहीं करते. ഈ ആത്മീയ ലഹരിയിൽ ഇരിക്കുന്ന കുട്ടികള് ഒരു കാര്യത്തിന്റെയും ചിന്താകുലത അവർക്ക് ആവശ്യമില്ല. അല്ലെ, ബാബ പറയണ ബാബയുടെ ഹൃദയ സിംഹാസനത്തിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് ആത്മീയ ലഹരിയാണ്, അതീന്ദ്രിയ ആനന്ദ ലഹരിയാണ്. അപ്പോ ആ ആത്മീയ ലഹരിയിൽ ഇരിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് ഒരു പ്രകാരത്തിലും ചിന്തകളോ നിരാശകളോ ചിന്താകുലതകളോ ചിന്താകുഴപ്പങ്ങളോ ഒന്നുമില്ല. അവര് നിശ്ചിന്ത ചക്രവർത്തികളായിട്ട് മാറുകയാണ്. അബീക്കെ ബാദഷാ ഓർ ഭവിഷ്യമേബി രാജായി പ്രാപ്ത് കർത്തേ ഹോ. നമ്മൾ ഇപ്പോഴും രാജാവാണ്, നമ്മൾ നാളെയും രാജാവാണ്. ബാബ പറയുന്നത് ഇപ്പൊ നമ്മൾ ഏത് രാജാവാണ് രവിഭായ്? ഇപ്പൊ നമ്മൾ നിശ്ചിന്ത ചക്രവർത്തിയാണ്. സംഗമയുഗത്തിൽ നമ്മൾ ആരാണ്? നിശ്ചിന്ത ചക്രവർത്തിയാണ്. ഭഗവാന്റെ ഹൃദയ സിംഹാസനം അലങ്കരിക്കുന്ന നിശ്ചിന്ത ചക്രവർത്തികളാണ്, യാതൊരു ചിന്താകുലതയും ഇല്ലാത്തവരാണ്. ബേഫിക്കർ ബാദഷാ ബൻ ജാത്തെ ഹോ. അല്ലെ, ഇവിടെ നമ്മൾ നിശ്ചിന്ത ചക്രവർത്തികളായിട്ട് മാറുകയാണ്. അല്ലെ, ഭാവിയിലും നമ്മൾ രാജ്യഭാഗ്യം പ്രാപ്തമാക്കുന്നു, ഇപ്പോഴും നമുക്ക് രാജ്യഭാഗ്യമുണ്ട്, ഇപ്പോഴും നമ്മൾ ചക്രവർത്തികളാണ്, ഭാവിയിലും രാജ്യഭാഗ്യം പ്രാപ്തമാക്കുന്നു. ഇസ്ലിയെ സബ്സെ ബഡി സബ്സെ അച്ചി യേ ബേഫിക്കർ ബാദഷാഹി. അതുകൊണ്ട് ഏറ്റവും വലുത്, ഏറ്റവും നല്ലത് എന്താണ്? ഈ നിശ്ചിന്ത ചക്രവർത്തിയുടെ പദവിയാണ്. അപ്പൊ ഏറ്റവും വലിയ പദവി, ഏറ്റവും അല്ലെ നല്ല പദവി എന്താണ്? നിശ്ചിന്ത ചക്രവർത്തിയുടെ പദവി. ഓർ ഭവിഷ്യമേബി രാജായി പ്രാപ്തി കർത്തേ ഹോ. ഭാവിയിലും നമ്മള് അല്ലെ വിശ്വമഹാരാജന്റെ പദവി പ്രാപ്തമാക്കാം. इसलिए सबसे बड़ी सबसे अच्छी ये बेफिक्र बादशाही है तो और कोई फिक्र है. ബാബ പറയാണ് അതുകൊണ്ട് ഏറ്റവും നല്ലതാണ്, നമ്പർ 1 ആണ് നിശ്ചിന്ത ചക്രവർത്തിയുടെ പദവി. അതോ കുട്ടികൾക്ക് എന്തെങ്കിലും ചിന്താകുലതകളുണ്ടോ, എന്തെങ്കിലും ചിന്താകുഴപ്പങ്ങളുണ്ടോ? പ്രവൃത്തി മേ രഹനെ വാലോം കാ ബാൽ ബച്ചോ കാ ഫിക്ർ ഹെ. ഗൃഹസ്ഥത്തിൽ ജീവിക്കുന്നവർക്ക് തന്റെ കുട്ടികളുടെയും അല്ലെ പേരക്കുട്ടികളുടെയും ചിന്തയുണ്ടോ? ബാബ ചോദിക്കാണ്, അല്ലെ ഗൃഹസ്ഥത്തിൽ ജീവിക്കുന്നവർക്ക് തന്റെ കുട്ടികളുടെയോ പേരക്കുട്ടികളുടെയോ ചിന്തയുണ്ടോ? കുമാരൻ കോ ഖാന ബനാനേക്ക് ഫിക്കർ സ്യാദാ ഹെ. അല്ലെ, കുമാരന്മാർക്ക് പുറത്തുനിന്ന് ആഹാരം കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ബാബയുടെ പക്ക കുമാരന്മാർക്ക് അല്ലെ ആഹാരം ഉണ്ടാക്കി കഴിക്കുന്നതിന്റെ ചിന്തയുണ്ടോ? അല്ലെ, കുമാരിമാരുടെ ചിന്ത എന്താണ്? അല്ലെ, കുമാരിയോ കാ ഫിക്കർ ഹോത്താ ഹെ. കുമാരിമാരുടെ ചിന്ത എന്താണ്? നൗകരിക്ക് അച്ചി നൗകരി മിലെ. അല്ലെ, ജോലി കിട്ടണം, നല്ല ജോലി കിട്ടണം. അല്ലെ, അങ്ങനെയുള്ള ചിന്തയുണ്ടോ എന്ന് ബാബ ചോദിച്ചു. ബേഫിക്കർ ഹോ. അല്ലെ, ബാബ ചോദിച്ചു ബേഫിക്കർ അല്ലേ, നിശ്ചിന്ത ചക്രവർത്തി അല്ലേ? ജിസ്കോ ഫിക്കർ ഹോഗ വോ ബേഫിക്കർ ബാദശാഹി കാ മജ നഹീ ലേ സക്തി ഹെ. ആർക്കാണോ ചിന്താകുലത ഉള്ളത് അവർക്കൊരിക്കലും നിശ്ചിന്ത ചക്രവർത്തിയുടെ ആനന്ദം അനുഭവിക്കാൻ സാധിക്കില്ല. നിശ്ചിന്ത ചക്രവർത്തിയുടെ ആനന്ദം അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? അല്ലെ, ചിന്താകുലത പാടില്ല. വിശ്വക്ക് രാജായി തോ 20 ജനം പോകി. ബാബ പറയാണ് വിശ്വത്തിന്റെ ചക്രവർത്തി പദവി 20 ജന്മം ഉണ്ടായിരിക്കും. വിശ്വത്തിന്റെ ചക്രവർത്തി പദവി 20 ജന്മം ഉണ്ടായിരിക്കും. ലേക്കിൻ യേ ബേഫിക്കർ ബാദശാഹി ഓർ ദിൽതഖ്ത് ഓർ ഏക് ഹി ഇസ് യുഗ് മേ മിൽതാ ഹെ. അപ്പൊ വിശ്വത്തിന്റെ രാജ്യഭാഗ്യം, സ്വർഗരാജ്യഭാഗ്യം എന്നുള്ളത് 20 ജന്മം നമുക്ക് ഗ്യാരണ്ടീഡ് ആണ്. പക്ഷേ ബാബ പറയാണ് നിശ്ചിത ചക്രവർത്തിയുടെ പദവിയും ബാബയുടെ ഹൃദയ സിംഹാസനധാരിയുമാകുക എന്നുള്ളത് ഈ ഒരു സംഗമയുഗത്തില്, ഈ ഒരു ജന്മത്തിൽ മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ ഈ ഒരു ജന്മത്തിൽ മാത്രമേ എന്ത് ലഭിക്കുള്ളൂ? നിശ്ചിന്ത ചക്രവർത്തി, അതീന്ദ്രിയ ആനന്ദ ലഹരിയിലിരിക്കുന്ന നിശ്ചിന്ത ചക്രവർത്തിയുടെ പദവിയിൽ ഇരിക്കാൻ പറ്റുള്ളൂ. പിന്നെന്താണ്? ബാബയുടെ ഹൃദയ സിംഹാസനം അലങ്കരിക്കാൻ സാധിക്കുള്ളൂ. അത് ഈ യുഗത്തിൽ മാത്രം, ഈ ഒരു ജന്മത്തേക്ക് വേണ്ടി മാത്രമാണ് ലഭിക്കുന്നത്. സോ ഏക മഹത്വഹേന, ഈ ഒരേ ഒരു യുഗത്തിൽ മാത്രം ലഭിക്കുന്നു, ഒരേ ഒരു ജന്മത്തിൽ മാത്രം ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ ഒന്നിന് എത്ര മഹത്വമുണ്ട് അല്ലെ? ഒരേ ഒരു ബാബ, പിന്നെന്താണ് ബാബ നൽകുന്ന നിശ്ചിത ചക്രവർത്തിയുടെ പദവി, പിന്നെ ബാബയുടെ ഹൃദയ സിംഹാസനം അല്ലെ? ഇതൊക്കെ നമുക്ക് എപ്പോഴാ കിട്ടുന്നേ? ഒരേ ഒരു സംഗമയത്തിൽ, ഒരേ ഒരു ജന്മത്തേക്ക് വേണ്ടി ഒരേ ഒരു ബാബ അല്ലെ ബാബയിൽ നിന്ന് ലഭിക്കുന്നു. അപ്പോ ഒന്നിന് എത്ര മഹത്വമുണ്ട്. പ്രാപ്തത സദാ ബച്ചോं को यही कहते हैं ബ്രാഹ്മൺ ജീവൻ അർത്ഥാത് ബേഫിക്കർ ബാദശാ. പ്രാപ്തത സദാ കുട്ടികളോട് ഇതാണ് പറയുന്നത്. ബ്രാഹ്മണ ജീവിതം എന്ന് പറഞ്ഞാൽ നിശ്ചിന്ത ചക്രവർത്തി.
ब्रह्मा बाप बेफिकर बादशाह बने तो क्या गीत गाया? ബ്രഹ്മ ബാബ നിശ്ചിന്ത ചക്രവർത്തി ആയപ്പോൾ ഏത് ഗാനമാണ് പാടിയത്? പാനാദാസോ പാലിയ. അല്ലെ, ബ്രഹ്മബാബ എപ്പോഴാണോ നിശ്ചിന്ത ചക്രവർത്തി ആയത്? ബ്രാഹ്മണ ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ നിശ്ചിന്ത ചക്രവർത്തിയുടെ ജീവിതമാണ് ബ്രാഹ്മണ ജീവിതം. അല്ലെ, ബ്രഹ്മബാബ സദാ പാടിക്കൊണ്ടിരുന്ന ഗാനം ഏതായിരുന്നു? എന്താണോ നേടാനുണ്ടായിരുന്നത് അത് നേടിക്കഴിഞ്ഞു. ഇനി ബാക്കി എന്താണ് അവശേഷിച്ചിട്ടുള്ളത്? അല്ലെ, എന്താണോ നേടാനുണ്ടായിരുന്നത് അത് നേടിക്കഴിഞ്ഞു. ഇനി എന്താണ് ബാക്കി അവശേഷിച്ചിട്ടുള്ളത്? ആപ് ക്യാ കഹത്തെ ഹോ? അല്ലെ, നിങ്ങൾ എന്താണ് പറയുന്നത്? സേവാക്ക കാം ബാക്കി രഹാ ഹുവാ. അപ്പൊ ബാബ പറയാണ്, സേവനത്തിന്റെ കാര്യങ്ങൾ ഇനിയും ബാലൻസ് കിടപ്പുണ്ട്. അല്ലെ, സേവനം ഇനിയും ബാക്കി കിടപ്പുണ്ട്. ലേക്കിൻ ഏ ബി കരൻ കരാവൻ ഹർ ബാബ് കരാ രഹാ ഹി. ഇവിടെ ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനുമായ ബാബ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവർ കരാത്തെ രഹെങ്കെ, ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ചെയ്യിപ്പിക്കുന്നവനും ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനുമായ ബാബ ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. വീണ്ടും ബാബ ഇനിയും ഇനിയും ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഹംകോ കർണ ഹേ ഇസ്സേ ബോജ് ഹോ ജാത്ത ഹേ. നമ്മൾ ചെയ്യണം എന്ന് വിചാരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? ഭാരം അനുഭവപ്പെടുന്നത്. നമ്മൾ ചെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് ഭാരം അനുഭവപ്പെടുന്നു. ചെയ്യിപ്പിക്കുന്നവൻ ബാബയുണ്ടെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് ഭാരമുണ്ടോ? ചെയ്യിപ്പിക്കുന്നത് ബാബയാണ്, നമ്മൾ ഇൻസ്ട്രുമെന്റ് ആണ്. അല്ലെ, ബാബയുടെ ഏത് കാര്യങ്ങൾ എടുത്താൽ പൊങ്ങാത്ത എത്ര വലിയ കാര്യങ്ങളാണെങ്കിലും എത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മളൊരു ചുവട് വെച്ചാൽ മതി. ബാബയുടെ കാര്യം നമ്മൾ ചെയ്യാനായിട്ട് നമ്മൾ ഒരു ചുവട് വെച്ചാൽ മതി. അല്ലെ, എത്ര വലിയ സേവന കാര്യമാണെങ്കിലും എന്താണെങ്കിലും നമ്മളൊരു ചുവട് വെച്ചാൽ ബാബ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പൊ ചെയ്യിപ്പിക്കുന്നവൻ ബാബയാണെന്നുള്ള കാര്യം കുട്ടികൾക്ക് എപ്പോഴും ഓർമ്മ വേണം. ബാബ ചെയ്യിപ്പിക്കുന്നവനാണ്. അല്ലെ, ബാബ ചെയ്യിപ്പിച്ചോണ്ടേയിരിക്കും. നമ്മൾ ചെയ്യണം, അയ്യോ ഇതെല്ലാം ഞാൻ ചെയ്യണം, ഇതെല്ലാം ഞാൻ ചെയ്യണം എന്ന് പറയുമ്പോഴേക്കും എന്താവും? നമുക്ക് ഭാരം അനുഭവപ്പെടുന്നു. ബാബ് ഹമാരെ ദ്വാര കരാ രഹാ ഹേ. ബാബ നമ്മൾ കുട്ടികളിലൂടെ ചെയ്യിപ്പിക്കുന്നു. നമുക്ക് എന്താണ് അനുഭവം ഉണ്ടാകേണ്ടത്? ബാബ നമ്മൾ കുട്ടികളിലൂടെ ചെയ്യിപ്പിക്കുന്നു. നിശ്ചയ ഹേ ഏ ശ്രേഷ്ഠ കാര്യം ഹോനാ ഹി. നമ്മൾ കുട്ടികൾക്ക് നിശ്ചയമുണ്ട്, ബാബയുടെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ നടക്കും. അല്ലെ, ആ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ ബാബ നടത്തുന്നു. അപ്പൊ ബാബ ചെയ്യിപ്പിക്കുന്നു, നമ്മൾ ബാബയുടെ ഉപകരണം മാത്രമാണ്. അപ്പൊ അവിടെ നമുക്ക് ഞാൻ ചെയ്യണം എന്ന് പറയുമ്പോഴാണ് ഭാരം. ബാബ ചെയ്യിപ്പിക്കുന്നു, ബാബ നമ്മളിലൂടെ ചെയ്യിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് നിശ്ചിന്തരായിട്ടിരിക്കാൻ സാധിക്കും. നിശ്ചയ ഹേ कि ये ശ്രേഷ്ഠ കാര്യം ഹോനാ ഹി ഹേ വാഹി പടാ ഹേ. അല്ലെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കും, നമുക്ക് നിശ്ചയമുണ്ട്, ശ്രേഷ്ഠമായിട്ടുള്ള ബാബയുടെ കാര്യം നടന്നിട്ടുണ്ട്. അല്ലെ, അനേക തവണ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് ഈ ബാബയുടെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇസ്ലിയെ നിശ്ചയ ബുദ്ധി നിശ്ചിന്ത ബേഫിക്കർ രഹത്തി. അതുകൊണ്ടാണ് നമുക്ക് നിശ്ചയ ബുദ്ധിയുള്ളവരായിരിക്കാനും നിശ്ചിന്തരായിരിക്കാനും അല്ലെ, യാതൊരു ചിന്താകുലത ഇല്ലാതെ ഇരിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്ന അതുകൊണ്ടാണ്. കാരണം നമുക്കറിയാം ഇത് ബാബയുടെ ശ്രേഷ്ഠ കാര്യമാണ്, ഇത് നടന്നിട്ടുണ്ട്, കൽപ്പകൽപ്പം നടന്നിട്ടുള്ളതാണ്. നത്തിങ് ന്യൂ, ഒന്നും നമ്മുടെ മുന്നിൽ പുതിയതല്ല. അല്ലെ, കൽപ്പകൽപ്പം നടന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അല്ലെ, അതുകൊണ്ട് നമുക്ക് നിശ്ചയബുദ്ധി, ബാബയില് നിശ്ചയബുദ്ധി, ചെയ്യിപ്പിക്കുന്നവന് നിശ്ചയബുദ്ധി. അല്ലെ, പിന്നെന്താണ്? ചെയ്യിപ്പിക്കുന്നവൻ ചെയ്യിപ്പിക്കുന്നു, നിശ്ചിന്തത. അല്ലെ, നമുക്ക് നിശ്ചിന്തരായിരിക്കാൻ സാധിക്കും. ये तो सिर्फ बच्चों को बिजी रहने के लिए सेवा का एक खेल करा रहे हैं. ബാബ കുട്ടികളെ ബിസിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് സേവനത്തിന്റെ കളി കളിപ്പിക്കുകയാണ്. സേവനത്തിന്റെ കളി കളിപ്പിക്കുന്നത് എന്താണ്? കുട്ടികളെ ബാബ ബിസിയാക്കി വെക്കാൻ വേണ്ടിയാണ്. നിമിത്ത ബനായെ വർത്തമാൻ और ഭവിഷ്യ സേവാ के फल का अधिकारी बना रहे हैं. കുട്ടികളെ ബാബയുടെ ഉയർന്ന കർത്തവ്യത്തിൽ സേവനത്തിൽ നിമിത്തമാക്കി മാറ്റി വർത്തമാന സമയവും ഭാവിയും സേവനത്തിന്റെ ഫലത്തിന്റെ അധികാരിയാക്കി മാറ്റുക. നമ്മുടെ വർത്തമാന സമയവും നമ്മുടെ ഭാവിയും എന്താണ്? സേവനത്തിന്റെ ഫലത്തിന്റെ അധികാരിയാക്കി നമ്മളെ ബാബ മാറ്റുകയാണ്. വർത്തമാന സമയത്തിലും നമ്മൾ സേവനത്തിന്റെ പ്രത്യക്ഷ ഫലത്തിന്റെ അധികാരിയാണ്. അല്ലെ, ഭവിഷ്യ ഫലത്തിന്റെയും അധികാരിയാക്കി ബാബ നമ്മളെ മാറ്റുന്നു. കാം ബാബ് കാ നാം ബച്ചോം കാ. ചെയ്യുന്നതാരാണ്? ചെയ്യിപ്പിക്കുന്നത് ആരാണ്? ബാബയാണ്. പേരാർക്കാണ്? ബാക്ക് ബോൺ ആരാണ്? ബാബയാണ്. അല്ലെ, നിങ്ങൾ ഏത് വലിയ വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ചെയ്യിപ്പിക്കുന്നത്
ബാബയാണ്. പക്ഷെ ചെയ്യുന്നത് ആരാണ്? കുട്ടികളാണ്. അല്ലെ? അപ്പൊ കുട്ടികളാണ് ചെയ്യുന്നത്. പക്ഷെ ചെയ്യിപ്പിക്കുന്നവൻ ചെയ്യിപ്പിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ പേര് ആർക്കാണ്? പ്രശസ്തി ആർക്കാണ്? കുട്ടികൾ. കുട്ടികൾക്കാണ് പ്രശസ്തി. കാരണം എല്ലാവരും അറിയുന്നത് ആരെയാണ്? കുട്ടികളെയാണ്. നിങ്ങൾ എത്ര വലിയ വലിയ പ്രോഗ്രാം ചെയ്യുമ്പോഴും കുട്ടികളെയല്ലേ എല്ലാവരും അറിയുന്നത്. ചെയ്യുന്നത് ആരാണ്? ബാബ. ചെയ്യിപ്പിക്കുന്നത് ബാബ. പേരാർക്കാണ്? കുട്ടികൾ. ഫൽ ബച്ചുക്കു കിലാത്തെ കുതിനേക്ക് കാത്തെ. ഫലം കുട്ടികളെ കഴിപ്പിക്കാണ് ബാബ. ബാബ സ്വയം കഴിക്കുന്നില്ല, കുട്ടികളെ കഴിപ്പിക്കുന്നു. അല്ലെ? പ്രത്യക്ഷ ഫലം, ഭവിഷ്യഫലം എല്ലാം കുട്ടികളെ കഴിപ്പിക്കാണ് ബാബ. ബേഫിക്കർ ഹുയേന. അപ്പൊ കുട്ടികൾ എത്ര നിശ്ചിന്തരാണ്. സേവാമേ സഫലതാക്ക സഹജ സാധന യേഹേ. സേവനത്തിലെ സഫലതയുടെ സഹജമായ സാധന എന്താണ്? സേവനത്തിലെ സഫലതയുടെ സഹജമായ സാധന എന്താണ്? ചെയ്യിപ്പിക്കുന്നവൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോഴും നമുക്ക് എന്ത് ഓർമ്മ വേണം? ഞാൻ ചെയ്യുന്നു എന്നല്ല, ചെയ്യിപ്പിക്കുന്നവൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അഗർ മേ കർ രഹാ ഹൂം തോ ആത്മാ കി ശക്തി പ്രമാൺ സേവാ കാ ഫൽ മിൽതാ ഹൈ. ഞാൻ ചെയ്യുന്നു, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഭാവം കുട്ടികളിൽ ഉണ്ടെങ്കിൽ ആത്മാവിന്റെ ശക്തി, അല്ലെ? ആത്മാവിന്റെ ശക്തിക്ക് അനുസരിച്ച് സേവനത്തിന്റെ ഫലം കിട്ടുള്ളൂ. ആത്മാവിന്റെ ശക്തിക്ക് അനുസരിച്ച് സേവനത്തിന്റെ ഫലം കിട്ടുള്ളൂ. അല്ലെ? അപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ആത്മാവിന്റെ ശക്തിക്ക് അനുസരിച്ചിട്ടാണ് സേവനത്തിന്റെ ഫലം ലഭിക്കുന്നത്. ബാബ് കരാരകാഹി തോ ബാബ് സർവശക്തിവാൻ. ബാബയാണ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ബാബ സർവശക്തിവാനാണ്. ബാബയാകുന്ന സർവശക്തിവാൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. तो आत्मा की शक्ति प्रमाण सेवा का फल मिलता है. बाप करा रहा है, बाप सर्वशक्तिवान है, तो कर्म का फल इतना ही ശ്രേഷ്ഠ मिलता है. അല്ലെ? ബാബ ചെയ്യിപ്പിക്കുന്നു, നമ്മൾ ചെയ്യുന്നു. നമ്മൾ ചെയ്യുന്ന ആ ശ്രേഷ്ഠ ബാബയുടെ സേവനമാകുന്ന ശ്രേഷ്ഠ കർമ്മത്തിന്റെ ഫലം വളരെ ശ്രേഷ്ഠമായതായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. സദാ ബാപ് ദ്വാര പ്രാപ്ത ഹുയി ബേഫിക്കർ ബാദശാഹി ഹത്തേലി പർ സ്വർഗ കാ രാജ്യഭാഗ്യ ഗോഡ്ലി ഗിഫ്റ്റ് സ്മൃതി മേ രഖോ. സദാ ബാബയിലൂടെ പ്രാപ്തമായിട്ടുള്ള ആ നിശ്ചിന്ത ചക്രവർത്തി പദവി, അല്ലെ? നിശ്ചിന്ത ചക്രവർത്തിയുടെ സ്ഥിതി, പിന്നെ കൈകളിലെ സ്വർഗ രാജ്യഭാഗ്യം, ഇതെല്ലാം അല്ലെ ബാബ പറയാണ് ഗോഡ്ലി ഗിഫ്റ്റ്. ഈ ഗോഡ്ലി ഗിഫ്റ്റുകളുടെ സ്മൃതി എപ്പോഴും കുട്ടികൾക്ക് ഉണ്ടായിരിക്കണം. എന്നുവെച്ചാല് ഈ ഗോഡ്ലി ഗിഫ്റ്റിന്റെ സ്മൃതി കുട്ടികൾ എപ്പോഴും ഉണ്ടായിരിക്കണം. എന്താണ്? സദാ ബാബയിലൂടെ പ്രാപ്തമായിരിക്കുന്ന നിശ്ചിന്ത ചക്രവർത്തിയുടെ സ്ഥിതി, പിന്നെ ബാബ കൈകളിൽ സ്വർഗരാജ്യഭാഗ്യം കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നു. അല്ലെ? ഈ ബാബ നൽകിയ ഗിഫ്റ്റ് എപ്പോഴും കുട്ടികൾക്ക് ഓർമ്മയിൽ വേണം. ബാപ്പോർ ഗിഫ്റ്റ് दोनों याद, दोनों की याद हर दिन तो क्या हर घड़ी बड़े बड़े घड़ी. അല്ലെ? നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടെങ്കിൽ, സ്മൃതി ഉണ്ടെങ്കിൽ ബാബയും ബാബ നൽകിയ ഗിഫ്റ്റും. ബാബ നൽകിയ ഗിഫ്റ്റാണ് നിശ്ചിത ചക്രവർത്തിയുടെ സ്ഥിതിയും, പിന്നെ എന്താണ്? കൈകളിൽ സ്വർഗരാജ്യഭാഗ്യം. അപ്പോ ഈ ഗിഫ്റ്റിന്റെ സ്മൃതി കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ, സാന്റ വന്ന് നൽകുന്നതാണ്. സാന്റ വന്ന് സംഗമത്തിൽ നമുക്ക് നൽകിയതാണ്. അതിനാണ് കുട്ടികളെല്ലാം വിചാരിച്ചത്, അല്ലെ? വെളുപ്പാങ്കാലത്ത് വന്നിട്ടല്ലേ സാന്റ തരുന്നത്. സാന്റ വരുന്നത് എപ്പോഴാണ്? വെളുപ്പാങ്കാലത്താണ്. ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന കുട്ടികളെ, അല്ലെ, ഉറക്കത്തില് വിളിച്ച് ഉണർത്തി 12 മണിക്ക് ശേഷമാണ് കൊണ്ടുകൊടുക്കുന്നത്. അപ്പൊ വിളിച്ച് ഉണർത്തിയിട്ട്, ഞാനൊക്കെ ഇങ്ങനെ ക്രിസ്മസിന്റെ കഥകളൊക്കെ വായിക്കുമ്പോഴേ സാന്റ വന്നിട്ട് ഗിഫ്റ്റ് നൽകുന്നൊക്കെ പറയുമ്പോ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇങ്ങനെ വന്ന് നമ്മളെ വിളിച്ചുണർത്തിയിട്ട്, അല്ലെ, ഒരു നിറയെ ഗിഫ്റ്റ് ഒക്കെ ഉള്ള ആ ചാക്കല്ലേ തോളത്തിട്ടിരിക്കുന്നേ, അതിൽ നിന്ന് ഗിഫ്റ്റ് ഒക്കെ തരും എന്ന് പറയുമ്പോ അത് യഥാർത്ഥത്തിൽ അങ്ങനെ സാന്റ വന്ന് തന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോഴാണ്, അല്ലെ, ശിവബാബ ഈ ബ്രഹ്മബാബയാകുന്ന സാന്റയിൽ വന്നിട്ട് നമുക്ക് കൈ നിറയെ, അല്ലെ, കൈ നിറയെയാണ് സാന്റ ഗിഫ്റ്റ് നൽകുന്നത്. സംഗമത്തിലെ എപ്പോഴും ഗിഫ്റ്റാ, അല്ലെ? മധുബനില് ചെല്ലുമ്പോ ഗിഫ്റ്റ് അല്ലേ? അപ്പൊ മധുബനില് വർഷത്തിൽ 6 പ്രാവശ്യം പോകുന്നവർക്ക് എത്ര ഗിഫ്റ്റ്? ആലോചിച്ച്. അപ്പൊ ബാബ കൈ നിറയെ ഗിഫ്റ്റ്, എന്ത് കാര്യം എടുത്താലും ഗിഫ്റ്റ്. എപ്പോഴും ബാബ നമുക്ക് എത്ര ഗിഫ്റ്റുകൾ നൽകിയിട്ടുണ്ട്, എത്ര ഗിഫ്റ്റ് നമ്മൾ അനുഭവം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണ്? നിശ്ചിന്ത ചക്രവർത്തിയുടെ ആ സ്ഥിതിയുടെ ആ പദവിയും,
പിന്നെ കൈകളിൽ സ്വർഗരാജ്യഭാഗ്യവും. അതാണ് ബാബ നൽകുന്ന ഗിഫ്റ്റ്, ഗോഡ്ലി ഗിഫ്റ്റ്. അതുകൊണ്ട് ബാബയും ഗിഫ്റ്റും ഇത് രണ്ടും കുട്ടികളുടെ ഓർമ്മയിലുണ്ടായിരിക്കും. അത് ഓർമ്മയിലുണ്ടെങ്കിൽ, ബാബയും ബാബ നൽകിയ ഗിഫ്റ്റ് നമ്മളുടെ ഓർമ്മയിൽ ഉണ്ടെങ്കിൽ, ബാബ പറയാണ് നമ്മുടെ ഓരോ നാളുകളല്ല, നമ്മുടെ ഓരോ നിമിഷങ്ങളും വലിയതിലും വലിയ നിമിഷങ്ങളാണ്. നമ്മുടെ ഓരോ നിമിഷങ്ങളും വലിയതിലും വലിയ നിമിഷങ്ങളാണ് അല്ലെ? ബാബ നൽകിയ ഗിഫ്റ്റ് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടെങ്കിൽ. സംഗമത്തിന്റെ ഓരോ നാളുകളും വലിയതിലും വലിയ നാളുകളാണ്, പക്ഷെ നമ്മുടെ ഓരോ നിമിഷങ്ങളും വലിയതിലും വലിയതായിട്ട് മാറുകയാണ്. ബഡാ ദിൻ ഹേ എസി അനുഭൂതി കരേങ്കെ. വലിയ നാളുകൾ, വലിയ നിമിഷങ്ങൾ എന്നുള്ളത് നമുക്ക് അനുഭവം ചെയ്യാൻ പറ്റും. കാരണം സംഗമയുഗത്തിൽ എന്താണ്? ബാബയും ബാബ നൽകുന്ന ഗിഫ്റ്റ് അല്ലെ? വലിയ ഗിഫ്റ്റ്, സ്വർഗരാജ്യഭാഗ്യമാകുന്ന ഗിഫ്റ്റും, പിന്നെന്താണ് അല്ലെ? ഭവിഷ്യ ചക്രവർത്തി പദവിയും, വർത്തമാന സമയത്ത് നിശ്ചിത ചക്രവർത്തിയുടെ പദവിയും അല്ലെ? ഭവിഷ്യ രാജ്യ സിംഹാസനം, വർത്തമാന സമയത്ത് ബാബയുടെ ഹൃദയ സിംഹാസനം. അതുകൊണ്ട് എന്താണ്, മോദി വരെ ആ സീറ്റിൽ നിന്ന് ഇറങ്ങി തന്ന് ഈ സീറ്റിൽ നിങ്ങൾ ഇരുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട അല്ലേ? കാരണം അതിനേക്കാളും വലിയ ഗിഫ്റ്റ് ആണ് നമ്മളിപ്പോ നേടിയിരിക്കുന്നത്. तो सेवा में सफलता का सहज साधन ही ये है, कराने वाला करा रहा है. तो ऐसी अनुभूति करो. दुनिया वाले सिर्फ मुबारक देते हैं, क्या कहते हैं? ലോകത്തിലുള്ളവര് ആശംസകൾ നൽകും അല്ലെ? ക്രിസ്മസ് ആശംസകൾ, മെറി ക്രിസ്മസ് ആശംസകൾ നൽകും. ക്യാ കഹത്തെ? ഹാപ്പി ഹോ, ഹെൽത്തി വെൽത്തി ഹോ അല്ലെ? ആശംസകൾ നൽകുമ്പോൾ എന്ത് പറയും? നിങ്ങൾ ഹാപ്പി ആയിരിക്കൂ, ഹെൽത്തി വെൽത്തി ആയിരിക്കൂ എന്ന് പറയും. ലേക്കിൻ ബൻതോ നഹി ജാത്തെ ഹോ, അവര് നമുക്ക് ആശീർവാദമൊക്കെ തരും. ഹാപ്പി ആയിരിക്കൂ, ഹെൽത്തി ആയിരിക്കൂ, വെൽത്തി ആയിരിക്കൂ. പക്ഷെ നമ്മൾ അതുപോലെ ആകുന്നുണ്ടോ? അതുപോലെ ആകുന്നുണ്ടോ അല്ലെ? तो बाप तो मुबारक देते हैं, सदा के लिए हेल्थ वेल्थ हैप्पी वरदानों के रूप में साथ रहती हैं. ഇവിടെ ബാബ കുട്ടികൾക്ക് ആശംസകൾ നൽകുകയാണെങ്കിലോ സദാ കാലത്തേക്ക് നമുക്ക് ഹെൽത്ത് വെൽത്ത് ഹാപ്പിനെസ് അല്ലെ വരദാന രൂപത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ ബാബയും നമ്മൾ കുട്ടികൾക്ക് നൽകുകയാണ് അല്ലെ? ആശംസകൾ നൽകുകയാണ്. പക്ഷെ ആ ആശംസകൾ സദാകാലത്തേക്ക് നമ്മുടെ കൂടെ വരുന്നതാണ്. ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ്സും വരദാനങ്ങളുടെ രൂപത്തിൽ കൂടെ ഉണ്ടായിരിക്കും. സിർഫ് മുഖസേ കർക്കെ കുഷ് നഹി കർത്തെ ഹോ. ബാബ വെറുതെ വാക്കുകൾ കൊണ്ട് പറഞ്ഞ് നമ്മളെ സന്തോഷിപ്പിക്കുകയല്ല അല്ലെ? ഹെൽത്തി ആയിരിക്കൂ, ഹാപ്പി ആയിരിക്കൂ, ഹാപ്പി ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വാക്കുകൾ കൊണ്ട് പറഞ്ഞ് സന്തോഷിപ്പിക്കുകയല്ല. ഹാപ്പി ന്യൂ ഇയർ അല്ലെ? പിന്നെന്താണ്? നിങ്ങളുടെ ഈ വർഷം വളരെ സന്തോഷം നിറഞ്ഞതാകട്ടെ അല്ലേ? ഇങ്ങനെയൊക്കെ പറയും. ആരോഗ്യം നിറഞ്ഞതാകട്ടെ, സമ്പത്ത് നിറഞ്ഞതാകട്ടെ എന്നൊക്കെ പറയും. പക്ഷെ ബാബ പറയാണ് അങ്ങനെ വാക്കുകൾ കൊണ്ട് മാത്രം പറഞ്ഞ് സന്തോഷിപ്പിക്കുകയല്ല ബാബ ചെയ്യുന്നത്. ബാബ നൽകുന്ന വരദാനം, ആശംസകൾ സദാകാലത്തേക്ക് ആ ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ്സും വരദാനങ്ങളുടെ രൂപത്തിൽ കുട്ടികളുടെ കൂടെ ഉണ്ടായിരിക്കും. സിർഫ് മുഖസേ കർക്കെ കുഷ് നഹി കർത്തെ ഹേ ലേക്കിൻ ബനാത്തെ ഹേ അല്ലെ? വെറുതെ വാക്കുകൾ കൊണ്ട് പറഞ്ഞ് സന്തോഷിപ്പിക്കുകയല്ല, കുട്ടികളെ അതുപോലെ ബാബ നിർമ്മിക്കുകയാണ്. ഓർ ബന്നാഹി മനാനാഹി, ആയിത്തീരുകയാണ്, ആഘോഷിക്കുക. ക്യോങ്കി അവിനാശി ബാപ്കി മുബാരക് ബി അവിനാശി. അനശ്വരനായ അച്ഛന്റെ ആശംസകളും അനശ്വരമായിരിക്കും. മുബാരക് വരദാൻ ബൻ ജാതി ഹേ, ബാബയുടെ ആശംസകൾ കുട്ടികൾക്ക് വേണ്ടി വരദാനങ്ങളായിട്ട് മാറും. तो आप तना से निकले हुए हो. ബാബ പറയാണ് നിങ്ങള് അല്ലെ പ്രപഞ്ച വൃക്ഷത്തിന്റെ തായ് തടിയിൽ നിന്നാണ് അല്ലെ ഉണ്ടായിട്ടുള്ളത്. तो ये सब शाखाएं हैं അല്ലെ? അപ്പൊ നിങ്ങള് തായ് തടിയാണ്. ബാക്കി മറ്റു ധർമ്മങ്ങളെല്ലാം എന്താണ്? ശാഖോപശാഖകളാണ്. ये सभी धर्म आपकी शाखाएं हैं. നിങ്ങളാകുന്ന തായ് തടിയുടെ ശാഖകളാണ് മറ്റു ധർമ്മങ്ങൾ. കൽപ്പവൃക്ഷയ്ക്ക് ശാഖായേ ഹേ ഇസ്ലിയെ വൃക്ഷയ്ക്ക് നിശാനി ക്രിസ്മസ് ദിക്കാത്തെ ഹേ. കൽപ്പവൃക്ഷത്തിന് ശാഖകളുണ്ട്, അതുകൊണ്ടാണ് സൃഷ്ടി വൃക്ഷത്തിന്റെ അടയാളമായ ക്രിസ്മസ് ട്രീ അല്ലെ? അവരെന്താ അലങ്കരിക്കുന്നത്? ക്രിസ്മസിന് എന്താ അലങ്കരിക്കുന്നു?
ക്രിസ്മസ് ട്രീ അലങ്കരിക്കുന്നു. അപ്പൊ ക്രിസ്മസ് ട്രീ എന്തുകൊണ്ടാണ് അലങ്കരിക്കുന്നത്? സൃഷ്ടിവൃക്ഷത്തിന്റെ അടയാളമായിട്ടാണ് ക്രിസ്മസ് ട്രീ അലങ്കരിക്കുന്നത്. കാരണം എന്താണ്, ക്രിസ്ത്യൻ ധർമ്മം എന്ന് പറയുന്നത് നിങ്ങൾ തായ്തടിയാണ്, അതിന്റെ ശാഖകളാണ് മറ്റു ധർമ്മങ്ങൾ. അപ്പോ മധുബനിലും സ്റ്റേജില് ക്രിസ്മസ് ട്രീ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഇസ്മേ ക്യാ ദിക്കായ ഹേ? അപ്പൊ ബാബ ചോദിച്ചു, ഇതില് എന്താണ് കാണിച്ചിരിക്കുന്നത്? വിശേഷ് ചമക്തേ ഹുയേ ജഗേ ഹുയേ ബൾബ് ദിക്കാത്തെ ഹേ. പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന, തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ബൾബാണ് കാണിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാല് സീരിയൽ ബൾബ് ഇങ്ങനെ ഇട്ടെല്ലാം തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചോട്ടെ ചോട്ടെ ബൾബോ സേ ഹി സജാത്തെ ഹി. കൊച്ചു കൊച്ചു ബൾബിലൂടെ അത് അലങ്കരിച്ചിരിക്കുകയാണ്. ഇസ്ക അർത്ഥ ക്യാ ഹേ? ഇതിന്റെ അർത്ഥം എന്താണ്? കൽപ്പവൃക്ഷയ്ക്ക് ആപ്പ് ചമക്തി ഹുയി ആത്മായി. കൽപ്പവൃക്ഷത്തിന്റെ നിങ്ങൾ തിളങ്ങുന്ന പ്രകാശിക്കുന്ന ആത്മാക്കളാണ്. അപ്പൊ കൽപ്പവൃക്ഷത്തിലെ തിളങ്ങുന്ന പ്രകാശിക്കുന്ന ആത്മാക്കൾ ആരാണ്? അതിലെ ആ സീരിയൽ ബൾബിന്റെ എന്താണ് അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താ? അവിടെ ആ വൃക്ഷത്തിലെ മുഴുവൻ എന്താണ്? ആത്മാക്കളാണ് ഇലകള്. അപ്പൊ ആത്മാക്കളെല്ലാം മിന്നിത്തിളങ്ങുന്നതാണ്, പ്രകാശിക്കുന്നതാണ്. അപ്പൊ ആ കൊച്ചു കൊച്ചു ബൾബുകള് ആത്മാക്കളെയാണ് അല്ലെ പ്രതിനിധീകരിക്കുന്നത്, അല്ലെ ആത്മാക്കളുടെ പ്രതീകമാണ്. ചോട്ടെ ചോട്ടെ ബൾബോ സേ ഹി സജാത്തെ ഹി. കൽപ്പവൃക്ഷയ്ക്ക് ആപ്പ് ചമക്തി ഹുയി ആത്മായി ഹോ. ബാബു പറയാണ് ഇതിന്റെ അർത്ഥം നിങ്ങൾ കൽപ്പവൃക്ഷത്തിലെ തിളങ്ങുന്ന ആത്മാക്കളാണ്. और जो भी धर्म पिताए आते हैं वो भी अपने हिसाब से सदो प्रदान होते हैं. ബാക്കി വരുന്ന എല്ലാ ധർമ്മ പിതാക്കന്മാരും അവരവരുടെ കണക്കനുസരിച്ച് സദോ പ്രധാനമാണ്. ഇസ്ലിയെ ഗോൾഡൻ ഏജ്ഡ് ആത്മാ ചമക്തി ഹുയി ഹോത്തി ഹെ. അതുകൊണ്ട് ഗോൾഡൻ ഏജ്ഡ് ആയിട്ടുള്ള ആത്മാവ് അല്ലെ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോൾഡൻ ഏജ്ഡ് ആയിട്ടുള്ള ആത്മാക്കളെല്ലാം തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഓരോ ആത്മാവും അവരവരുടെ കണക്കനുസരിച്ചിട്ടാണ് സദോ പ്രധാനം. സദോ പ്രധാനം എന്ന് പറയുന്നത് എല്ലാവരും ഒരുപോലെയല്ല. അടുക്കളയിലെ എല്ലാ പാത്രങ്ങളും ഒരുപോലെയല്ല. നിറച്ചു വെക്കുമ്പോൾ ഓരോ പാത്രത്തിലെയും അളവ് വ്യത്യാസമുണ്ട്. അതേപോലെ ഓരോ ആത്മാവിന്റെയും സദോ പ്രധാനതയ്ക്ക് വ്യത്യാസമുണ്ട് അല്ലെ. ഗോൾഡൻ ഏജ്ഡ് ആയിട്ടുള്ള ആത്മാവ് അല്ലെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് കൽപ്പവൃക്ഷത്തിന്റെ അടയാളം. इसलिए कल्पवृक्ष की निशानी अन्य धर्म की शाखाएं भी हर वर्ष നിശാനി മനാത്തെ രഹത്തെ. അപ്പൊ ബാബ പറയാണ്, ശരിക്കും കൽപ്പവൃക്ഷത്തിലെ ശാഖോപശാഖകൾ മറ്റു ധർമ്മങ്ങളാണ്. ആ മറ്റു ധർമ്മങ്ങൾ പോലും ഓരോ വർഷവും എന്താണ് ഈ എന്താ വെച്ചാല് ഇതെല്ലാം ആഘോഷിക്കുന്നു. അവര് ഇതിന്റെ അതായത് അവര് ഓർമ്മചിഹ്നങ്ങൾ ആഘോഷിക്കുകയാണ്. പക്ഷെ ഓരോ വർഷവും ഈ അടയാളങ്ങൾ അവര് ആഘോഷിക്കുന്നേ. കാരണം അവര് കൽപ്പവൃക്ഷത്തിന്റെ ശാഖോപശാഖകളാണ്. അപ്പൊ അവര് കൽപ്പവൃക്ഷമൊക്കെ ഉണ്ടാക്കിയിട്ട് അവര് ആഘോഷിക്കുകയാണ്. അപ്പോ അവരും അവരുടെ ആഘോഷങ്ങളും എന്താ ഈ സംഗമയുഗവുമായിട്ട് മിക്സഡ് ആണ്. സാരേ വൃക്ഷക്ക ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. സാന്റ ആരാണ് സാന്റ? മുഴുവൻ കൽപ്പവൃക്ഷത്തിന്റെയും ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ അല്ലെ. ആ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആണ് സാന്റ. മുഴുവൻ കൽപ്പവൃക്ഷത്തിന്റെയും ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആണ് സാന്റ അല്ലെ. അതായത് ബ്രഹ്മബാബ. കോൺസാ ബാപ്പ് ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഹെ? ഏതച്ഛനാണ് ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ? ബാപ്നെ ബ്രഹ്മക്കോ ആകെ രക്കാ ഹെ. ശിവബാബ ബ്രഹ്മാവിനെയാണ് മുന്നിൽ വെച്ചിരിക്കുന്നത്. ബ്രഹ്മാവാണ് ഈ സൃഷ്ടിയുടെ മുത്തച്ഛൻ. സാകാര സൃഷ്ടിക്ക് ആത്മാവും കോ ആദി പിത ആദിനാഥ് അല്ലെ. സാകാര സൃഷ്ടിയിലെ ആത്മാക്കളുടെ ആദി പിതാവും ആദിനാഥനും ആദിദേവനും ഒക്കെ ആരാണ് അല്ലെ? ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആയ ബ്രഹ്മബാബയാണ്. അപ്പൊ ബാബ പറയാണ്, മുഴുവൻ സൃഷ്ടിയിലെ ആത്മാക്കളുടെയും ആദി പിതാവും ആദിനാഥനും ആദിദേവനുമായിരിക്കുന്ന ബ്രഹ്മാവ് ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആണ്. ആദിദേവക്കെ സാത്ത് ആപ് ഭി ഹോ. ആദിദേവൻ ഒറ്റയ്ക്കല്ല, ആദിദേവന്റെ കൂടെ നിങ്ങൾ കുട്ടികളുമുണ്ട്. അക്കലെ ആദിദേവ്, അല്ലാതെ ആദിദേവൻ തനിച്ചാണോ? ആദിദേവൻ തനിച്ചല്ലല്ലോ. ആപ്പ് ആദി ആത്മായെ അഭി ആദിദേവിക്കെ സാത്ത് ഹോ. നിങ്ങൾ ആദിയിലെ ആത്മാക്കൾ ആദിദേവനോടൊപ്പമുണ്ട്. ആകെ ഭി സാത്ത് രഹേഗി. മുന്നോട്ട് നിങ്ങൾ ആദിദേവന്റെ കൂടെ ഉണ്ടായിരിക്കും. നശാഹേ അല്ലെ. സത്യം ഹൃദയത്തിലൊക്കെ ഈ ആദിദേവന്റെ കൂടെ നമ്മൾ ഉണ്ടായിരിക്കും. അപ്പൊ ബാബ പറയാണ്,
ഈ ആദിദേവന്റെ കൂടെ ആദിയിലെ ദേവാത്മാക്കളായി നമ്മളുമുണ്ട്. ആദിദേവൻ ബ്രഹ്മബാബയാണെങ്കിൽ ആദിയിലെ മറ്റു ദേവാത്മാക്കളാണ് നമ്മള്. തീർച്ചയായിട്ടും നമ്മളുമുണ്ട് അല്ലെ. മുന്നോട്ടും നമ്മളുടെ കൂടെ ബാബ ഉണ്ടായിരിക്കും. ആ ലഹരി ഉണ്ടോ? കുട്ടികൾക്ക് ആ ലഹരി ഉണ്ടോ? ഖുഷിക്കെ ഗീത് സദാ ഗാത്തെ രഹത്തെ ഹോ ന. ബാബ ചോദിക്കാണ്, സന്തോഷത്തിന്റെ ഗാനം സദാ പാടിക്കൊണ്ടിരിക്കുന്നില്ലേ? യാ സിർഫ് ആജ് ഗായെങ്കെ. ക്രിസ്മസിന്റെ നാളിൽ മാത്രമാണ് സന്തോഷത്തിന്റെ ഗാനം പാടുന്നത്. ക്രിസ്ത്യൻസ് ഒക്കെ പാട്ട് പാടുമല്ലോ. അപ്പൊ ക്രിസ്മസിന്റെ ഡേയ്സിൽ മാത്രാണോ എന്ന് ബാബ ചോദിക്കാണ്. സന്തോഷത്തിന്റെ ഗാനം സദാ പാടില്ലേ എന്ന് ബാബ ചോദിക്കാം. ആജ് വിശേഷ് ഡബിൾ ഫോർനെസ് കാ ദിൻ ഹെ. ഇന്ന് വിശേഷിച്ചും ഡബിൾ ഫോർനെസിന്റെ ദിവസമാണ്. ആപ്കെ ലിയെ രോജ് ബഡേ ദിൻ ഹെ. നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി, നിങ്ങൾ കുട്ടികൾക്കാണെങ്കിൽ ഈ സംഗമയത്തിലെ ദിവസവും വലിയ നാളുകളാണ്. യാ ആജ് അത് ഇന്ന് മാത്രമാണോ എന്ന് ബാബ ചോദിക്കാണ്. चारों ओर देश विदेश के बच्चे कल्पवृक्ष में चमकते हुए सितारे दिखाई दे रहे हैं. നാനാഭാഗത്തും ദേശവിദേശത്തിലുള്ള കുട്ടികൾ കൽപ്പവൃക്ഷത്തിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളുടെ രൂപത്തിലാണ് കാണപ്പെടുന്നത്. അപ്പോ ഈ എന്താണ്, ക്രിസ്മസ് ട്രീയിലുള്ള നക്ഷത്രങ്ങളും ആത്മാക്കൾ തന്നെയാണ്. അപ്പൊ നാനാഭാഗത്തും ദേശവിദേശത്തിലുള്ള കുട്ടികള് കൽപ്പവൃക്ഷത്തിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളായിട്ട് കാണിച്ചിരിക്കുന്നു. സൂക്ഷ്മ രൂപമേത്തോ മധുബനമേ പहुंचे हुए हैं. സൂക്ഷ്മ രൂപത്തിൽ എല്ലാ കുട്ടികളും മധുബനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഗോപി സഭ ആകാരി രൂപമേ മനാ രഹേ ഹെ. ബാബ പറയാണ്, അവരെല്ലാം തന്നെ അല്ലെ അതിനെ ആകാരി രൂപത്തിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കണം. സൂക്ഷ്മ രൂപത്തില് എല്ലാ കുട്ടികളും മധുബനിൽ എത്തിച്ചേർന്നിട്ട് അല്ലെ മാലാക രൂപത്തിൽ, അവ്യക്ത രൂപത്തിൽ അല്ലെ ബാബയോടൊപ്പം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സാകാരി രൂപമേ മനാ രഹേ ഹോ. അവിടെയുള്ള കുട്ടികൾ സാകാര്യ രൂപത്തിൽ ആഘോഷിക്കുമ്പോഴും അല്ലെ അവിടെ ഇല്ലാത്ത കുട്ടികൾ മനസ്സുകൊണ്ട് വന്നിട്ട് ആഘോഷിക്കാണ്. സബീക മൻ പ്രാപ്തി ഗോഡ്ലി ഗിഫ്റ്റ് കോ ദേഖ് ഖുഷി മേ നാച്ച് രഹാ. എല്ലാവരുടെയും മനസ്സ് ബാബ നൽകുന്ന ഗോഡ്ലി ഗിഫ്റ്റ് കണ്ടിട്ട് സന്തോഷത്തിൽ നൃത്തമാടുകയാണ്. എല്ലാ കുട്ടികളുടെയും മനസ്സ് ബാബ നൽകുന്ന ആ ഗോഡ്ലി ഗിഫ്റ്റ് കണ്ടിട്ട് സന്തോഷത്തിൽ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. बापदादा सर्व साकार रूप और आकार रूपधारी बच्चों को सदा हर्षित भवा का मुबारक दे रहे हैं. ബാബ സർവ സാകാര രൂപത്തിലുള്ള കുട്ടികൾക്കും ആകാര രൂപധാരിയായിട്ടുള്ള കുട്ടികൾക്കും സദാ ഹർഷിതരായി ഭവിക്കൂ എന്നുള്ള ആ ആശംസകൾ നേരുകയാണ്. സദാ ദിൽഖുഷ് മിഠായി കാത്തേ രഹോ. സദാ ഹൃദയത്തിന്റെ സന്തോഷമാകുന്ന മിഠായി കഴിച്ചുകൊണ്ടേയിരിക്കൂ. പ്രാപ്തിക്ക് ഗീത് ഗാത്തേ രഹോ. പ്രാപ്തിയുടെ ഗാനം പാടിക്കൊണ്ടിരിക്കൂ. സദാ സന്തോഷമാകുന്ന മിഠായി കഴിച്ചുകൊണ്ടിരിക്കൂ. രാമാനുസാർ ഭാരതവാലോകോ വിശേഷ ഭാഗ്യം മിലാ ഹുവാ ഹെ. രാമയനുസരിച്ച് ഭാരതവാസികൾക്ക് വിശേഷ ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. സബി ടീച്ചേഴ്സിനെ ബഡാ ദിൻ മനായാ ഹെ. ബാബ ചോദിച്ചു, എല്ലാ ടീച്ചേഴ്സും വലിയ നാൾ ആഘോഷിച്ചോ? രോജ് മനാത്തി ഹോ. ഡെയിലി ആഘോഷിക്കുന്നുണ്ടോ? ബഡേ ബാപ്പ് ഹെ तो बड़े बाप भी हैं, इसलिए जो दुनिया वालों का के बड़े दिन है उनको महत्व देते हैं. ബാബ പറയാണ്, വലിയ അച്ഛനാണ് അല്ലെ. വലിയ അച്ഛൻ ബാബ നമ്മുടെ വലിയ അച്ഛൻ കൂടിയാണ്. അതുകൊണ്ട് ലോകത്തിലുള്ളവർ വലിയ നാളുകൾക്ക് മഹത്വം നൽകുന്നു. സംഗമയത്തിന്റെ നാളുകളാണ് വലുത്. കാരണം വലിയ അച്ഛന്റെ കൂടെയാണ് നമ്മൾ കുട്ടികളുള്ളത്. അതുകൊണ്ട് അല്ലെ വലിയ അച്ഛനുണ്ട്, വലിയ അച്ഛനുമുണ്ട്. അതുകൊണ്ട് ലോകത്തിലുള്ളവര് വലിയ നാളുകൾക്ക് വളരെയധികം മഹത്വം നൽകും. ആപ്പ് ബഡേ ചോട്ടെ ഭായിയോക്കോ ഉത്സാഹ ദിലാത്തെ ഹോ അല്ലെ. അപ്പൊ ബാബ പറയാണ്, ഈ വലിയ നാളുകൾ നമ്മൾ വലിയ അച്ഛന്റെ കൂടെ ആഘോഷിക്കുമ്പോ നമ്മൾ എന്താണ്, മുതിർന്നവർക്കും ചെറിയവർക്കും സഹോദരങ്ങൾക്കും എല്ലാം അല്ലെ ആ വലിയ നാളുകൾ ആഘോഷിക്കുമ്പോൾ അവർക്കെല്ലാം നമ്മൾ ഉന്മേഷവും ഉത്സാഹവും പകരും. സബി ടീച്ചേഴ്സ് ബേഫിക്കർ ബാദുഷാഹുന. അപ്പൊ നമ്മളും എന്താണ്, അതായത് ബാബ പറയുന്ന വിശേഷ ദിവസങ്ങള് ക്രിസ്മസ് ഡേ ഒക്കെ നമ്മൾ ആഘോഷിക്കുമ്പോ അതുപോലെയല്ലേ എല്ലാവരും ആഘോഷിക്കുന്നത്. നല്ല നല്ല ആഹാരം ഉണ്ടാക്കും അല്ലെ, എല്ലാവരും വിളിക്കും, ഗസ്റ്റ് ഒക്കെ വരും അല്ലെ. എത്ര കാര്യമായിട്ടാണ് ആഘോഷിക്കുന്നത്. അപ്പോ ബാബ പറയാണ്, വലിയ നാളുകൾക്ക് അത്രയും മഹത്വം നൽകുന്ന എന്തുകൊണ്ടാണ്? ഈ സംഗമയുഗത്തിലെ വലിയ അച്ഛനാണ് കൂടെ ഉള്ളത്.
इसमें भी आप बड़े छोटे भाइयों को उत्साह दिलाते हो. ബാബ പറയണ്ട നിങ്ങളും മുതിർന്നവരാണ്, നിങ്ങളും വലിയവരാണ്, നിങ്ങൾ നിങ്ങളുടെ കൊച്ചു സഹോദരങ്ങൾക്കും ഉത്സാഹം ഉണർത്തി കൊടുക്കാണ്. സഭി ടീച്ചേഴ്സ് ബേഫിക്കർ ബാദുഷാ ഹോ. ബാബ ചോദിച്ച എല്ലാ ടീച്ചേഴ്സും നിശ്ചിത ചക്രവർത്തികളാണോ? ബാദുഷാ അർത്ഥാത് ഹർ സദാ നിശ്ചയ ഓർ നശേമേ സ്ഥിതി രഹനെ വാലി. ചക്രവർത്തിയുടെ അർത്ഥം എന്താണ്? ചക്രവർത്തി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സദാ നിശ്ചയത്തിലും ലഹരിയിലും, സദാ നിശ്ചയത്തിലും ലഹരിയിലും ഇരിക്കുന്നവരാണ് ചക്രവർത്തി. कोई फिक्र है क्या? വേറെ എന്തെങ്കിലും ചിന്തയുണ്ടോ? സേവ कैसे बढ़ेगी? अच्छे ജിജ്ഞാസു പता नहीं कब आएंगे. സേവനം എങ്ങനെ വളരും, എങ്ങനെ വർദ്ധിക്കും? നല്ല നല്ല സ്റ്റുഡൻസ് എപ്പോൾ വരുമെന്ന് അറിയില്ല. कब तक सेवा करनी पड़ेगी? ഈ സേവനം എത്ര നാൾ വരെ ചെയ്യേണ്ടി വരും, എത്ര കാലം ചെയ്യേണ്ടി വരും, എത്ര നാൾ വരെ ചെയ്യേണ്ടി വരും ഈ സേവനം? ഏ സോച്ചിത്താത്തോ നഹീ ഹോ. ഇങ്ങനെയൊന്നും കുട്ടികൾ ചിന്തിക്കുന്നില്ലല്ലോ. ബാബു ചോദിക്കാണ്, ഇങ്ങനെയൊന്നും കുട്ടികൾ ചിന്തിക്കുന്നില്ലല്ലോ. അസോച്ച് ബന്നെ സെഹി സേവ ബഡേഗി. ബാബ പറയാണ്, ഇങ്ങനെയുള്ള ചിന്താകുലതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. എന്താണ് അല്ലെ? സേവനത്തെ കുറിച്ചുള്ള ചിന്ത അല്ലെ? സേവനം നന്നായിട്ട് നടക്കോ അല്ലെ? നല്ല നല്ല സ്റ്റുഡൻസ് ഒക്കെ വരുമോ? ഈ ചിന്തയൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. സേവനം ചെയ്യണം, പക്ഷെ അല്ലെ അതിലൂടെ ഇത്ര സ്റ്റുഡൻസ് വരുമോ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ബാദുഷാ അർത്ഥ സദാ നിശ്ചയ നശ്യമേ രഹനെ വാലി. ചക്രവർത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? സദാ നിശ്ചയത്തിലും ലഹരിയിലും ഇരിക്കുന്നവർ. ഒന്നിട്ടുമായി നല്ലപോലെ റെസ്റ്റ് എടുത്ത് വന്നാൽ പോരെ, അവരുടെ പണിയേണ്ടത്. നല്ലപോലെ റെസ്റ്റ് എടുത്ത് വന്നാൽ മതി. ഇവിടെ രണ്ടുപേരുണ്ട്, കുറെ ദിവസമായി ഉറങ്ങി. രാത്രിയും പകലും, പകലും രാത്രിയും സേവന. പകലും രാത്രി ഫുള്ള് ഉറങ്ങിയിട്ടില്ല. ഇന്നലെ രാത്രി ഫുള്ള് ഉറങ്ങി. പകലും രാത്രിയും കമ്പ്യൂട്ടർ. അപ്പൊ നല്ല നല്ല അല്ലെ. അപ്പൊ ബാബു ഇവിടെ പറയാണ്, സദാ നിശ്ചയവും ലഹരിയും സ്ഥിതിയിലിരിക്കണം കുട്ടികള്. നിശ്ചയ ബുദ്ധിയാണ്, നിശ്ചയമാണ് നമ്മളെ വിജയിയാക്കി മാറ്റുന്നത്. നമ്മളെ വിജയിയാക്കി മാറ്റുന്നത് എന്താണ്? നിശ്ചയമാണ്. അതുകൊണ്ട് അല്ലെ നിശ്ചയത്തിലും ലഹരിയിലും ഇരിക്കണം. ലഹരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷത്തില് സദാ ഉയരങ്ങളിൽ പറത്തുന്നു. ലഹരി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? സദാ സന്തോഷത്തിൽ ഉയരങ്ങളിൽ നമ്മളെ പറത്തുന്നതാണ് ലഹരി. അപ്പൊ സദാ നിശ്ചയവും ലഹരിയിലും കുട്ടികൾ സ്ഥിതി ചെയ്യണം അല്ലെ. നിശ്ചയം നമ്മളെ വിജയിയാക്കി മാറ്റും, ലഹരി നമ്മളെ സന്തോഷത്തില് സദാ നൃത്തം ചെയ്യുന്നവരാക്കി മാറ്റും. അപ്പൊ ബാബ പറയാണ്, അങ്ങനെ നമ്മൾ നിശ്ചിത ചക്രവർത്തികളായിട്ട് ഇരിക്കണം. അതോ എന്തെങ്കിലും ചിന്താകുലതയുണ്ടോ? സേവനം എങ്ങനെ വളരും? നല്ല നല്ല വിദ്യാർത്ഥികൾ വരുമോ? എപ്പോ വരും? എപ്പോൾ വരെ സേവ ചെയ്യണം? ഇങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ലല്ലോ. സേവനം ചെയ്തുകൊണ്ടേ ഇരിക്കണം അല്ലെ. അല്ലെ എപ്പോൾ വരേക്കും ചെയ്യണം, ഇങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ. അസോച്ച് ബന്നെ സെഹി സേവ ബഡേഗി. ബാബ പറയണേ, നിങ്ങൾ ചിന്തിക്കാതെ ഇരിക്കൂ, ചിന്താകുലരാകാതിരിക്കൂ. ചിന്താകുലരാകാതിരുന്നെങ്കിലേ സേവനം വർദ്ധിക്കുള്ളൂ. ചിന്താകുലത പാടില്ല. സോച്ചിനേസ് നഹി ബഡേഗി. ചിന്താകുലത കൊണ്ട് സേവനം വർദ്ധിക്കില്ല. അസോച്ച് ബൻ ബുദ്ധിക്കോ ഫ്രീ രखेंगे അല്ലെ. ബാബ പറയുന്നത് നിശ്ചിന്തരായിട്ടിരുന്ന് അല്ലെ ബുദ്ധിയെ ഫ്രീ ആക്കി വെക്കുമ്പോൾ ബാബकी ശക്തി മദത് के रूप में അനുഭവ करेंगे. അപ്പോൾ ബാബയുടെ ശക്തി ബാബയുടെ സഹയോഗത്തിന്റെ രൂപത്തിൽ അനുഭവപ്പെടും. അപ്പൊ ബാബ പറയാണ് അല്ലെ. ബാബ എന്താ പറഞ്ഞത്? കുട്ടികൾ എങ്ങനെയായിരിക്കണം? ചിന്താകുലത ഇല്ലാത്തവരായിരിക്കണം അല്ലെ. ചിന്താകുലത പാടില്ല. നിശ്ചിന്തമായിരുന്നെങ്കിൽ മാത്രമേ സേവനം വർദ്ധിക്കുള്ളൂ അല്ലെ. ചിന്താകുലരാകുന്നതിലൂടെ വർദ്ധിക്കില്ല. നിശ്ചിന്തരായി മാറി തന്റെ ബുദ്ധിയെ ഫ്രീ ആക്കി വെക്കൂ. അപ്പോൾ ബാബയുടെ ശക്തിയുടെ സഹയോഗം, ബാബയുടെ ശക്തി സഹയോഗത്തിന്റെ രൂപത്തിൽ അനുഭവമാകും. സോചനമേ ബുദ്ധി ബിസി രखेंगे तो ബാപ്കി ടച്ചിങ് ബാപ്കി ശക്തി ഗ്രഹൺ നഹി കർ സकेंगे. ചിന്തിക്കുന്നതിൽ തന്നെ കുട്ടികൾ തന്റെ ബുദ്ധിയെ ബിസിയാക്കി വെച്ചാൽ ബാബയുടെ ടച്ചിങ്, ബാബയുടെ ശക്തി ഒരിക്കലും ഗ്രഹിക്കാൻ കഴിയില്ല. അങ്ങനെ ചിന്താകുലരാകാണ്. ചിന്തയുടെ ചിതയിൽ എരിയാണ് എങ്കില് ബാബ പറയാണ് അല്ലെ, അതിലാ ചിന്തിക്കുന്നതിൽ നമ്മുടെ ബുദ്ധിയെ ബിസിയാക്കി വെച്ചാൽ
ബാബയുടെ ടച്ചിങ് ബാബയുടെ ശക്തിയെ ഗ്രഹിക്കുവാൻ കഴിയില്ല. ബാബാ ഹം കമ്പൈൻഡ് ഹേ കരാവൻഹർ ഓർ കർണേ നിമിത്തമേ ആത്മ. എപ്പോഴും എന്താണ് ബാബയുടെ കാര്യങ്ങളിൽ പങ്കാളികളാകുമ്പോൾ, ബാബയുടെ സേവനം നമ്മൾ ചെയ്യുമ്പോൾ അല്ലെ, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്ക് എപ്പോ എന്തോർമ്മ വേണം? ബാബയും നമ്മളും കമ്പൈൻഡ് ആണ്. നമുക്ക് എന്തോർമ്മ വേണം? ബാബയും നമ്മളും കമ്പൈൻഡ് ആണ്. അപ്പൊ ബാബയും നമ്മളും കമ്പൈൻഡ് ആണ്. ചെയ്യിപ്പിക്കുന്നവനും ചെയ്യുന്ന നിമിത്തമായ ആത്മാവും, ചെയ്യിപ്പിക്കുന്നവനും ചെയ്യുന്ന നിമിത്തമായ ആത്മാവും കമ്പൈൻഡ് ആണ്. ഈ സ്ഥിതി നമുക്ക് എപ്പോഴും വേണം. അപ്പൊ എന്താണ് നമ്മൾ അഭ്യസിക്കേണ്ടത് അല്ലേ? സേവനത്തിൽ എപ്പോഴും നമ്മൾ എന്താ അഭ്യസിക്കേണ്ടത്? ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും ചെയ്യാൻ നിമിത്തമായിരിക്കുന്ന ഞാൻ ആത്മാവ് കമ്പൈൻഡ് ആണ് അല്ലെ? ബാബ ചെയ്യിപ്പിക്കുന്നു, ഞാനും ബാബയും കമ്പൈൻഡ് ആണ്. ഈ സ്ഥിതി വേണം. ഇസ്കോ കഹത്തെ ഹൈ അസോച്ച് അർത്ഥാത് ഏക് കി യാദ്. അതാണ് നിശ്ചിന്തത, ഒരേ ഒരു ബാബയുടെ ഓർമ്മ. നിശ്ചിന്തത എന്ന് പറയാൻ എന്താർത്ഥം? ഒരേ ഒരു ബാബയുടെ ഓർമ്മ, ചിന്താകുലതയില്ല. ശുഭചിന്തന്മേ രേനെ വാലേക്കോ കഭി ചിന്ത നഹീ ഹോത്തി അല്ലെ? ആർക്കാണ് ചിന്തകൾ ഇല്ലാതിരിക്കുക, ചിന്താകുലതകൾ ഇല്ലാതിരിക്കുന്നത് ആർക്കാണ്? ശുഭചിന്തകൾ നിറഞ്ഞ മനസ്സുകൾക്ക് ചിന്താകുലത ഉണ്ടാവില്ല. ശുഭചിന്തകൾ നിറഞ്ഞ മനസ്സിന് ചിന്താകുലത ഉണ്ടാവില്ല. ജഹാൻ ചിന്താകെ വഹാൻ ശുഭചിന്തനെ. എവിടെയാണോ ചിന്താകുലത ഉള്ളത് അവിടെ ശുഭചിന്തകളില്ല. ചിന്താകുലത ഉള്ളിടത്ത് ശുഭചിന്തകനാണോ നമ്മള്? അല്ല. ചിന്താകുലത ഉള്ളിടത്ത് നമ്മൾ ശുഭചിന്തകനല്ല. അതുകൊണ്ട് ബാബ പറയാണ് ഒരേ ഒരു ബാബയുടെ ഓർമ്മ അല്ലെ? ശുഭചിന്തകളിൽ ഇരിക്കുക. ജഹാ ചിന്ത ഹേ വഹാ ശുഭചിന്തൻ നഹി, വഹാ ശുഭചിന്തൻ വഹാ ചിന്ത നഹി. ശുഭചിന്തകൾ ഉള്ളിടത്ത് ചിന്താകുലതകളില്ല. ചിന്തയിൽ എരിയില്ല ശുഭചിന്തകൾ ഉള്ളിടത്ത്. അതുകൊണ്ട് ബാബയുടെ എവിടെയാണോ ചിന്തയുള്ളത്, ചിന്താകുലതയുള്ളത് അവിടെ ശുഭചിന്തകളില്ല. അച്ഛാ ചാരോ ഓർക്കെ ഗോഡ്ലി ഗിഫ്റ്റ് കെ അധികാരി. നാനാ ഭാഗത്തുമുള്ള ഗോഡ്ലി ഗിഫ്റ്റിന്റെ അധികാരികളായ കുട്ടികൾ. ബഡത്തെ ബഡെ ബാപ്കെ ബഡത്തെ ബഡെ ഭാഗ്യവാൻ ആത്മായി. വലിയതിലും വലിയ അച്ഛന്റെ വലിയതിലും വലിയ ഭാഗ്യവാനായ കുട്ടികൾ. ആദി പിതാക്കെ സദാ സാത്തി ആദി ആത്മായി. ആദി പിതാവായ ബ്രഹ്മ ബാബയുടെ ആദി ദേവന്റെ സദാ കൂട്ടുകാരായിട്ടുള്ള ആദിയിലെ ആത്മാക്കൾ. സദാ ബഡത്തെ ബഡ ബാപ് ദ്വാര മൊഹബത് കി മുബാരക്കും അല്ലെ? ബാബ പറയാണ് ആദി പിതാവിന്റെ സദാ കൂട്ടുകാരായ ആദി ആത്മാക്കൾക്ക്, വലിയതിലും വലിയ അച്ഛന്റെ വലിയതിലും വലിയ ഭാഗ്യവാൻ ആത്മാക്കൾക്ക് അല്ലെ, ഗോഡ്ലി ഗിഫ്റ്റിന്റെ അധികാരികളായ ആത്മാക്കൾക്ക് സദാ വലിയതിലും വലിയ അച്ഛനിലൂടെ പ്രേമത്തിന്റെ ആശംസകൾ. അവിനാശി വരദാൻ പ്രാപ്ത് കർണേ വാലെ സർവസാകാർ രൂപധാരി आगारी रूपधारी सभी बच्चों को दिलखुश मिठाई के साथ याद प्यार और नमस्ते അല്ലെ? അനശ്വരമായ വരദാനങ്ങൾ പ്രാപ്തമാക്കുന്ന, ബാബയിൽ നിന്നും അനശ്വരമായ വരദാനങ്ങൾ പ്രാപ്തമാക്കുന്ന സർവ സാകാര രൂപധാരികളായ ആകാരി രൂപധാരികളായ സർവ കുട്ടികൾക്കും ഹൃദയത്തിന്റെ സന്തോഷമാകുന്ന മിഠായിയോടൊപ്പം സ്നേഹസ്മരണകളും നമസ്തയും. ബാബ സ്നേഹസ്മരണകളും നമസ്തേ എങ്ങനെ തന്നേ? ഹൃദയത്തിന്റെ സന്തോഷമാകുന്ന മിഠായിയോടൊപ്പം. ഇനി ബാബ പൂന ബീഹാർ ഗ്രൂപ്പ് സംസാരിക്കും. ആജ് അമൃതവേള ദിൽഖുഷ് മിഠായി കാത്തേ ഹോ. ഇന്ന് അമൃതവേളയിലെ ഹൃദയത്തിലെ സന്തോഷമാകുന്ന മിഠായി കഴിച്ചോ? ജോ രോജ് അമൃതവേള ദിൽഖുഷ് മിഠായി കാത്തേ ഹോ വോ സ്വയം ഭി സാരാ ദിൻ ഖുഷ് രഹത്തെ ഹൈ. ആരാണോ ദിവസവും അമൃതവേളയില് ഹൃദയത്തിലെ സന്തോഷമാകുന്ന മിഠായി കഴിക്കുന്നത് അവര് സ്വയം ദിവസം മുഴുവൻ സന്തോഷത്തിലിരിക്കുന്നു. ഓർ ദൂസരെ ഭി ഉൻകോ ദേഖ് ഖുഷ് ഹോത്തെ ഹൈ. മറ്റുള്ളവരും അവരെ കാണുമ്പോൾ സന്തോഷിക്കുന്നു. കാരണം ദിൽഖുഷ് മിഠായി ആരാണോ ദിവസം അമൃതവേളയിൽ കഴിക്കുന്നത് അവരെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് സന്തോഷം ലഭിക്കുന്നു. तो ये ऐसी खुराक है जो कोई भी परिस्थिति आ जाए लेकिन ये दिलखुश खुराक परिस्थिति को छोटी बना देती है. അപ്പൊ ബാബ പറയാണ് ഈ ഹൃദയത്തിലെ സന്തോഷമാകുന്ന മിഠായി എന്ന് പറയുന്നത് ഒരു ടോണിക്കാണ്. ഏതെല്ലാം പരിസ്ഥിതികൾ നമ്മുടെ മുന്നിൽ വന്നാലും, എങ്ങനെയുള്ള പരിസ്ഥിതികൾ നമ്മുടെ മുന്നിൽ വന്നാലും ഹൃദയത്തിലെ സന്തോഷമാകുന്ന ടോണിക്ക്
പരിതസ്ഥിതികളെ ചെറുതാക്കി മാറ്റും. നമ്മുടെ മുന്നിൽ എത്ര വലിയ പരിതസ്ഥിതികൾ വന്നാലും, എങ്ങനെയുള്ള പരിതസ്ഥിതികൾ വന്നാലും, ഹൃദയത്തിലെ സന്തോഷമാകുന്ന ടോണിക് പരിതസ്ഥിതികളെ ചെറുതാക്കി മാറ്റും. പഹാഡ്കോ റൂയി ബനാ ദേത്തെ ഹെ, പർവ്വതം പോലുള്ള പ്രശ്നത്തിനെ പഞ്ഞപ്പുലിന് സമാനം നിസ്സാരമാക്കി മാറ്റും, റാഗി പോലെയാക്കി മാറ്റും. ഇത് കടുകിനേക്കാൾ ചെറുതാക്കി മാറ്റും. ഇത്തിരി താക്കത്ത് ഹെ ഇസ് ഖുറാക്ക് മേ. ബവറിന്റെ ഹൃദയത്തിലെ സന്തോഷമാകുന്ന ടോണിക് ഉണ്ടല്ലോ, ആ ടോണിക്കിന് അത്രയും ശക്തിയുണ്ട്. നമ്മുടെ മുന്നിൽ വരുന്ന ഏത് പരിതസ്ഥിതികളെയും ചെറുതാക്കി മാറ്റാൻ പറ്റും. പർവ്വതം പോലുള്ള പ്രശ്നങ്ങളെ, പർവ്വതം പോലുള്ള പരീക്ഷണങ്ങളെ എന്താക്കി മാറ്റും? കടുകിനേക്കാളും ചെറിയ റാഗിക്ക് സമാനമാക്കാൻ പറ്റും. ജैसे शरीर के हिसाब से भी जो तंदुरुस्त अथवा शक्तिशाली होगा वो हर परिस्थिति को सहज पार करेगा. ബാബ പറയാണ് അല്ലേ, ശരീരത്തിന്റെ കണക്കെടുത്ത് നോക്കുമ്പോ ബാബ പറയാണ്, ആരാണോ ആരോഗ്യപൂർണരായിരിക്കുന്ന കുട്ടികള്, ശക്തിശാലിയായിരിക്കുന്ന കുട്ടികള്, അവര് ഓരോ പരിതസ്ഥിതികളെയും സഹജമായി തരണം ചെയ്യും. ശക്തിശാലികളായിരിക്കുന്ന കുട്ടികള് അല്ലെ, ആരോഗ്യപൂർണരായിരിക്കുന്ന കുട്ടികള് തന്റെ മുന്നിൽ വരുന്ന ഓരോ പരിതസ്ഥിതികളെയും സഹജമായിട്ട് തരണം ചെയ്യുന്ന കുട്ടികളാണ്. ജോ കംജോർ ഹോഗ വോ ചോട്ടി സി ബാത് മേ ഘബരാ ജായേഗ. ബാബ പറയുന്നത് ദുർബലരായിരിക്കുന്ന കുട്ടികളാണ് കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പരിഭ്രാന്തരാകുന്നത്, ഭയപ്പെടുന്നത്. ആരാണ്? ദുർബലരായിരിക്കുന്ന കുട്ടികളാണ്. കംജോർക്കെ ആകെ പരിസ്ഥിതി ബഡി ഹോ ജാത്തി ഹെ. ദുർബലമായ മനസ്സുള്ള കുട്ടികളുടെ മുന്നില് പരിസ്ഥിതികൾ വലുതാകും. കംജോർക്കെ ആകെ പരിസ്ഥിതി ബഡി ഹോ ജാത്തി ഹെ. ദുർബലരുടെ മുന്നില് പരിസ്ഥിതികൾ വലുതായിട്ട് മാറുന്നു. ശക്തിശാലിക്ക് ആകെ പരിസ്ഥിതി പഹാഡ് സെ റൂയി ബൻ ജാത്തി ഹെ. ശക്തിശാലിയായിട്ടുള്ള കുട്ടികളുടെ മുന്നിൽ പരീക്ഷണങ്ങളും പരിസ്ഥിതികളും എങ്ങനെ വരും? പർവ്വതത്തിൽ നിന്നും അത് കടുകിനേക്കാൾ ചെറുതായിട്ട് മാറും. രോജ് ദിൽഖുഷ് മിഠായി ഖാന. അതുകൊണ്ട് എന്ത് ചെയ്യണം? ദിവസം അമൃതവേളയിൽ എന്ത് ചെയ്യണം? ഹൃദയത്തിലെ സന്തോഷമാകുന്ന മിഠായി കഴിക്കണം. ലഹരി. സദാ ദിൽഖുഷ് ഹെ. സദാ കുട്ടിയുടെ ഹൃദയം സന്തോഷം നിറഞ്ഞതായിരിക്കണം. അലൗകിക ഖുഷിക്ക് ദിൻ കിത്തനെ തോടെ ഹെ. ഈ അലൗകിക സന്തോഷത്തിന്റെ നാളുകൾ എന്ന് പറഞ്ഞാൽ എത്ര കുറച്ചേ ഉള്ളൂ, സംഗമയുഗം കുറച്ചല്ലേ ഉള്ളൂ. ദേവതായി ഖുഷി ബ്രാഹ്മണോ കി ഖുഷി മേ ഈ ഫറക് ഹെ. ദേവതകളുടെ സന്തോഷത്തിനും ബ്രാഹ്മണരുടെ സന്തോഷത്തിനും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന്. ബ്രാഹ്മണരുടെ സന്തോഷത്തിനും ദേവതകളുടെ സന്തോഷത്തിനും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ये ब्राह्मण जीवन की परमात्म खुशी അതീന്ദ്രിയ സുഖ അനുഭൂതി ദേവതായി ജീവൻ में भी नहीं होती. ഈ ബ്രാഹ്മണ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന പരമാത്മാ സന്തോഷം, ബാബയിൽ നിന്ന് ലഭിക്കുന്ന ഹൃദയത്തിന്റെ സന്തോഷം, പരമാത്മാ സന്തോഷം, അതീന്ദ്രിയ സുഖത്തിന്റെ അനുഭൂതി ദേവതകളുടെ ജീവിതത്തിൽ പോലും ഒരിക്കലും ഉണ്ടാവില്ല. പരമാത്മാ സന്തോഷം പിന്നെന്താണ്? ദേവതകളുടെ സന്തോഷം, അവരുടെ അതീന്ദ്രിയ ആനന്ദ ലഹരി, അത് ഒരിക്കലും അല്ലേ ബാബ പറയാണ്, അത് ബ്രാഹ്മണ കുട്ടികൾക്ക് മാത്രമേ അനുഭവപ്പെടുന്നുള്ളൂ. ബ്രാഹ്മണ കുട്ടികൾക്ക് മാത്രം ലഭിക്കുന്ന ഗിഫ്റ്റ് ആണത്, അത് വേറെ ആർക്കും ലഭിക്കുന്നില്ല. അതുകൊണ്ട് ബാബ പറയണ ഹൃദയത്തെ സന്തോഷമാകുന്ന ആ മിഠായിയും കുട്ടികൾ കഴിക്കണം, സദാ സന്തോഷത്തിലിരിക്കണം. കാരണം അലൗകികമായ നാളുകളുടെ വളരെ കുറച്ച് നാളുകളാണിത്. ഈ അലൗകികമായ നാളുകൾ എന്ന് പറയുന്നത് വളരെ കുറച്ച് നാളുകളാണ്. ദേവതായി ഖുഷി और ब्राह्मणों की खुशी में फर्क है. ये ब्राह्मण जीवन की परमात्म खुशी അല്ലെ അതീന്ദ്രിയ സുഖ की അനുഭൂതി ദേവതായി ജീവൻ में भी नहीं होगी. അപ്പൊ ദേവതകളുടെ ജീവിതത്തിൽ ഒരിക്കലും ഇതുണ്ടാവില്ല. പരമാത്മാ സന്തോഷം, അതീന്ദ്രിയ സുഖത്തിന്റെ അനുഭൂതി ദേവതകളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. इसलिए इस खुशी को जितना चाहे मनाओ. അതുകൊണ്ട് ഇവിടെ കുട്ടികൾ സന്തോഷം സദാ ആഘോഷിക്കൂ, എത്ര വേണമെങ്കിലും ആഘോഷിക്കൂ, അല്ലെ സന്തോഷം ആഘോഷിച്ചോണ്ടേ ഇരിക്കൂ. രോജ് സംജോ ആജ് ഖുഷി മനാനേക്ക ദിനെ. ദിവസവും മനസ്സിലാക്കണം ഇന്ന് സന്തോഷം ആഘോഷിക്കേണ്ട ദിവസമാണെന്ന് ദിവസവും വിചാരിക്കണം, ഓരോ ദിവസവും വിചാരിക്കണം. യഹാ ആനെ സെ ഖുഷി ബഡ് ഗയി. ബാബയുടെ അടുക്കിലേക്ക് ചെന്നപ്പോഴേക്കും കുട്ടികളുടെ സന്തോഷം വർദ്ധിച്ചു. യഹാ സെ നീച്ചെ ഉത്തരേങ്കെ
तो കം തോ നഹി ഹോഗ. ബാബ ചോദിക്കാണ്, ആരാവല്ലി പറന്ന നിരകളുടെ മേലെ ബാബയുടെ അടുക്കലെത്തി. അപ്പൊ കുട്ടികളുടെ സന്തോഷം വർദ്ധിച്ചു. ഇനി ഇവിടുന്ന് താഴേക്ക് ഇറങ്ങുമോ, പർവ്വതം മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ സന്തോഷം കുറയോ? ബാബയെ കണ്ടിട്ട് മടങ്ങിപ്പോകുമ്പോൾ നിങ്ങളുടെ സന്തോഷം കുറയോ? കുറയില്ലല്ലോ എന്ന് ബാബ ചോദിക്കാണ്. വൃത്തികല അബിഹേ ജിത്ന പായ ഉത്തന കാത്തിരിക്കുക. ബാബ പറയണ പറക്കുന്ന കലയുടെ സമയം ഇതാണ്. ഈ സമയത്താണ് നമ്മൾ പറക്കുന്ന കലയിൽ പറക്കേണ്ടത്, അല്ലെ? ഇത് എത്രത്തോളം പ്രാപ്തമാക്കാൻ പറ്റും? അതീന്ദ്രിയാനന്ദ ലഹരി, ഹൃദയത്തിന്റെ സന്തോഷം എത്രമാത്രം പ്രാപ്തമാക്കാൻ കഴിയുമോ പ്രാപ്തമാക്കിക്കൊണ്ടേയിരിക്കണം. तो सदा ये स्मृति में रखो हम दिलखुश मिठाई खाने वाले हैं. അല്ലെ? സദാ നമ്മുടെ ഉള്ളിൽ ഈ സ്മൃതി ഉണ്ടായിരിക്കണം. നമ്മൾ ഹൃദയത്തിലെ സന്തോഷമാകുന്ന മിഠായി കഴിക്കുന്നവരാണ് നമ്മൾ. ഈ ലഹരി വേണം എപ്പോഴും, ഈ സ്മൃതി വേണം എപ്പോഴും. ഹൃദയത്തിലെ സന്തോഷമാകുന്ന മിഠായി കഴിക്കുന്നവരാണ് നമ്മൾ. दूसरों को सिखलाने वाले हैं क्योंकि जितना देंगे उतना और बढ़ती जाएगी. അല്ലെ? ഇവിടെ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന കുട്ടികളുണ്ട്. ബാബ പറയണ, എത്രത്തോളം നിങ്ങൾ നൽകുന്നുവോ, എത്രത്തോളം ഈ ജ്ഞാനം നൽകുന്നുവോ, അത്രത്തോളം നിങ്ങളിൽ അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ദേക്കോ ഖുഷി കാ ചേര സബ്കോ അച്ഛാ ലഗ്താ ഹൈ. ബാബ പറയണ, സന്തോഷം നിറഞ്ഞ മുഖം എല്ലാവർക്കും ഇഷ്ടമാണ്, അല്ലെ? എപ്പോഴും വാടിയ മുഖം, എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന മുഖം, എന്ത് പറഞ്ഞാലും കരഞ്ഞുകൊണ്ടിരിക്കുന്ന മുഖം ആർക്കെങ്കിലും ഇഷ്ടമാണ്? അല്ലെ? അല്ലെങ്കിൽ എപ്പോഴും ദേഷ്യപ്പെടുന്ന മുഖം ആർക്കെങ്കിലും ഇഷ്ടമാണ്? അല്ലെ? എപ്പോഴും സന്തോഷത്തിൽ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖമാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. കൊയ്യെ ദുഃഖ അശാന്തി ഗബ്രാഹുയെ ചെരെ ഓ അച്ഛനഹിലേക്കുക. അല്ലെ? ദുഃഖത്തിലും അശാന്തിയിലും പരിഭ്രാന്തമായിരിക്കുന്ന, ഭയന്നിരിക്കുന്ന ഒരു മുഖം ആരും ഇഷ്ടപ്പെടുന്നില്ല, അല്ലെ? ദുഃഖത്തിലും അശാന്തിയിലും ഭയന്നിരിക്കുന്ന മുഖം, അല്ലെ? കരഞ്ഞുകൊണ്ടിരിക്കുന്ന മുഖം ആരും ഇഷ്ടപ്പെടുന്നില്ല. अच्छा नहीं लगेगा ऐसा चेहरा. जब दूसरों को अच्छा नहीं लगेगा तो अपने को भी नहीं लगना चाहिए. മറ്റുള്ളവർക്ക് അത് കണ്ടാൽ ഇഷ്ടപ്പെടും നമ്മുടെ അങ്ങനെയുള്ള മുഖം. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെടാൻ പാടില്ല, നമ്മൾ ഇഷ്ടപ്പെടാൻ പാടില്ല. സദാ സന്തോഷത്തിൽ വിടർന്ന മുഖം വേണം എപ്പോഴും. दूसरों को अच्छा नहीं लगेगा, അല്ലെ? നമ്മളുടെ മുഖം അങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ, അല്ലെ? സന്തോഷത്തിൽ വിടർന്ന മുഖമല്ല, ഇടയ്ക്ക് വാടിയിരിക്കുന്നു, ഇടയ്ക്ക് നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇടയ്ക്ക് നമ്മൾ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അല്ലെ? അപ്പൊ നമ്മുടെ മുഖത്തെ ഭാവങ്ങൾ വ്യത്യസ്തമാണെങ്കിൽ ബാബ പറയുകയാണ്, അത് മറ്റുള്ളവർ ഒരിക്കലും ഇഷ്ടപ്പെടില്ല. അത് മറ്റുള്ളവർ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. ब्राह्मण जीवन की रोज समझो आज खुशी मनाने का दिन है. അതുകൊണ്ട് ദിവസം വിചാരിക്കണം, ഇന്ന് സന്തോഷം ആഘോഷിക്കാനുള്ള ദിവസമാണ്. സംഗമത്തിന്റെ ഓരോ ദിവസവും ആഘോഷിക്കുകയാണ്, ഓരോ നിമിഷവും ആഘോഷിക്കുകയാണ്, സന്തോഷം ആഘോഷിക്കേണ്ട ദിവസമാണ്. യഹാ ആനെ സെ ഖുഷി ബഡ് ഗയി, യഹാ സെ നീച്ചെ ഉത്തരേംഗെ തോ കം തോ നഹി ഹോഗി. ബാബയുടെ അടുക്കലേക്ക് വന്നപ്പോ കുട്ടികളുടെ സന്തോഷം വർദ്ധിച്ചു, ഭയങ്കര സന്തോഷം. പക്ഷേ അല്ലെ, മധുബനിൽ നിന്ന് പോയി കഴിയുമ്പോൾ നിങ്ങളുടെ സന്തോഷം കുറയില്ലല്ലോ. ബാബ പറയാം, ഉടുത്തിക്കല അബിഹേ, പറക്കുന്ന കലയുടെ സമയം സംഗമയുഗമാണ്. ഇപ്പോഴാണ് പറക്കുന്ന കല. സംഗമയുഗം മുഴുവൻ പറക്കുന്ന കലയെ. ബാബയുടെ അടുത്ത് വരും ഭയങ്കര സന്തോഷം, ബാബയുടെ അടുത്ത് വീട്ടിലേക്ക് മടങ്ങിപ്പോകുമ്പോ സന്തോഷം പോയി, അങ്ങനെയാവാൻ പാടില്ല. ബാബ പറയണ പറക്കുന്ന കലയാണ് ഇപ്പോൾ. അപ്പൊ ബാബ പറഞ്ഞ, ഇവിടെ എത്രമാത്രം കുട്ടികൾ പ്രാപ്തമാക്കിയോ അത്രയും അനുഭവിച്ചു. എത്രമാത്രം അതീന്ദ്രിയ സുഖം പ്രാപ്തമാക്കിയിട്ടുണ്ടോ, ഹൃദയത്തിന്റെ സന്തോഷം പ്രാപ്തമാക്കിയിട്ടുണ്ടോ, അത്രയും നമുക്കത് അനുഭവിക്കാൻ കഴിയും. എത്ര ഖജനാവുകൾ പ്രാപ്തമാക്കിയിട്ടുണ്ടോ അത്രയും അനുഭവിക്കാൻ കഴിയും. സദായി സ്മൃതി മേ രഖോ ഹം ദിൽഖുഷ് മിഠായി ഖാനെ വാലെ. അതുകൊണ്ട് ഹൃദയത്തിലെ സന്തോഷമാകുന്ന മിഠായി കഴിക്കുന്നവരാണ് നമ്മൾ, മറ്റുള്ളവരെയും കഴിപ്പിക്കുന്നവരാണ് നമ്മൾ. ഇത് എത്രത്തോളം, ഈ ഹൃദയത്തിലെ സന്തോഷം എത്രത്തോളം നൽകുന്നു അത്രത്തോളം വർദ്ധിക്കും. ജിത്ന ദേങ്കി ഉത്തിനെ ബഡ്തി ജായേഗി. എത്രത്തോളം ഹൃദയത്തിലെ സന്തോഷം മറ്റുള്ളവർക്ക് കൊടുക്കുന്നു, മറ്റുള്ളവരെ ഹൃദയത്തിന് സന്തോഷം കൊടുക്കുന്നു, അത്രയും അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. देखो खुशी का चेहरा सबको अच्छा लगता है. ഇപ്പൊ സന്തോഷത്തിന്റെ മുഖമാണ് എല്ലാവർക്കും ഇഷ്ടം. ദുഃഖത്തിന്റെയും അശാന്തിയുടെയും പരിഭ്രാന്തരായിരിക്കുന്ന, ഭയപ്പെടുന്ന മുഖം ആർക്കും ഇഷ്ടമല്ല. जब दूसरों को अच्छा नहीं होगा तो अपने भी नहीं लगना चाहिए. മറ്റുള്ളവർ ഇഷ്ടപ്പെടാത്തൊന്നും നമ്മളിൽ കാണാൻ പാടില്ല. तो सदैव खुशी के चेहरे से सेवा करते रहो. സദാ സന്തോഷം നിറഞ്ഞ
പ്രസന്നമായ മുഖത്തിലൂടെ സേവനം ചെയ്തുകൊണ്ടേ പോകും. മാതായെ ऐसी സേവ करती हैं. അല്ലെ, അമ്മമാരെ അങ്ങനെയല്ലേ സേവ ചെയ്യുന്നത്? ബാബ ചോദിക്കുക, സന്തോഷത്തിന് വിടർന്ന മുഖമായിട്ടല്ലേ സേവ ചെയ്യുന്നത്? ഗർവാലെ ആപ്പോ ദേക്കർ ഖുഷ് ഹോ ജായേ. വീട്ടിലുള്ളവര് നിങ്ങളെ കണ്ടിട്ട് സന്തോഷിക്കട്ടെ. चाहे कोई ज्ञान को बुरा भी समझते हो, फिर भी खुशी की जीवन को देखकर मन से അനുഭവ करते हो. ചിലരൊക്കെ ഈ ജ്ഞാനത്തിനൊന്നും താല്പര്യമില്ല, ഈ ജ്ഞാനം അറിയാനും കേൾക്കാനൊന്നും അവർക്ക് താല്പര്യമൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ സന്തോഷം നിറഞ്ഞ ജീവിതം കണ്ടിട്ട് അവര് അത് മനസ്സുകൊണ്ട് അനുഭവം ചെയ്യുന്നു. ഇവർക്ക് എന്തോ ലഭിച്ചിട്ടുണ്ട്, അതാണ് ഇവർക്ക് ഇത്ര സന്തോഷം. അപ്പൊ നിങ്ങളുടെ സന്തോഷം നിറഞ്ഞ ആ മുഖം കാണുമ്പോ, നിങ്ങളുടെ സന്തോഷം നിറഞ്ഞ ജീവിതം കാണുമ്പോ അല്ലെ, അവര് അനുഭവം ചെയ്യുന്നുണ്ട്, ഇവർക്ക് എന്തോ ലഭിച്ചിട്ടുണ്ട്, അതാണ് ഇവർക്ക് ഇത്ര സന്തോഷം. ബാഹർ അഭിമാൻ സെ ഭി നാ ബോലെ, അന്തർ മെഹസൂസ് കർത്തെ. ബാബ പറയാണ്, ചിലപ്പോ പുറത്ത് അഭിമാനം കാരണം അവര് പറയില്ല അല്ലെ, അവര് പുറത്ത് അവരുടെ അഭിമാനം കാരണം പറയുന്നുണ്ടാവില്ല. പക്ഷെ ഉള്ളിൽ അവര് തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്, അവരുടെ ജീവിതത്തിന്റെ ശ്രേഷ്ഠത അവര് ഫീൽ ചെയ്യുന്നുണ്ട്. ആഖിർ ബാബ പറയാണ്, എന്തായാലും കുട്ടികളെ തലകുനിച്ചേ മതിയാകും. ആജ് ഗാലി ദേത്തെ ഹേ കൽ ചരണം പർ ജുക്കേങ്കി. ഇന്ന് നിങ്ങളെ നിന്ദിക്കുന്നുണ്ടായിരിക്കും, നാളെ നിങ്ങളുടെ കാലിൽ വന്ന് വീഴും. കഹാൻ ജുക്കേങ്കെ, അഹോ പ്രഭു കേക്കർ ജുക്ന ജരൂർ ഹേ. അഹോ പ്രഭു അല്ലെ, ഭഗവാനെ ഈശ്വര എന്ന് വിളിച്ചിട്ട് നിങ്ങളുടെ കാലിൽ വന്ന് വീഴും. ऐसी സ്ഥിതി ഹോഗി തബ് തോ ജുക്കേങ്കെ. ബാബ പറയുന്ന ആ സ്ഥിതിയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ തല കുനിക്കേണ്ടത്. कोई भी किसी के आगे झुकता है तो उसमें कोई बड़ापन होता है. അല്ലെ, ആരുടെങ്കിലും മുന്നിൽ പോയിട്ട് തല കുനിക്കുന്നുണ്ടെങ്കിൽ, ആരുടെ മുന്നിലാണോ തല കുനിക്കുന്നത് അവരിൽ അത്രയും വലിപ്പം കാണും, അവരിൽ അത്രയും വലിയ വിശേഷതകൾ കാണും. അങ്ങനെയുള്ളവരുടെ മുന്നിൽ പോയിട്ടാണ് തല കുനിക്കുന്നത്. ഇപ്പൊ ദേവതകളുടെ മുന്നിൽ പോയിട്ട് ഭക്തര് സാഷ്ടാംഗം പ്രണമിക്കുന്നില്ലേ? അതെന്തുകൊണ്ടാണ്? അവരത്രയും വലിയവരായതുകൊണ്ടാണ്. അപ്പോ ആരെങ്കിലും മുന്നിൽ പോയിട്ട് തല കുനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവര് വളരെ അല്ലെ വലിയവരാണ്, വളരെ വിശേഷതകൾ ഉള്ളവരാണ്. ഉസ് വിശേഷത പർ ജുക്ത ഹേ. അവരുടെ വിശേഷത കണ്ടിട്ടാണ് തല കുനിക്കുന്നത്, അവരുടെ മഹാനത കണ്ടിട്ടാണ് തല കുനിക്കുന്നത്. ദിക്കായി ദേ ഇൻ ജേസി ജീവൻ കൊയ്ക്കേ ഹേ നഹി. അപ്പൊ മറ്റുള്ളവര് കാണപ്പെടണം നമ്മളിൽ. ഇവരുടെ പോലെ ശ്രേഷ്ഠമായ ജീവിതം മറ്റാർക്കുമില്ല. ഇവരുടെ എത്ര സന്തോഷം നിറഞ്ഞ ജീവിതമാണ്, എത്ര ഉയർന്ന ജീവിതമാണ്, എത്ര ശ്രേഷ്ഠമായ ജീവിതമാണ്. ഇവരുടെ പോലെയുള്ള ജീവിതം മറ്റാർക്കുമില്ല. സദാ ഖുഷി, സദാ സന്തോഷത്തിൽ ഇരിക്കുന്നു. രോനയ്ക്ക് പരിസ്ഥിതി ഖുഷി. നമ്മളെ കരയിക്കുന്ന പരിസ്ഥിതിയിൽ പോലും നമ്മൾ സന്തോഷമായിട്ടിരിക്കണം. അപ്പൊ പറയുന്ന നമുക്ക് കരച്ചിൽ വരുന്ന, നമ്മളെ കരയിപ്പിക്കുന്ന പരിസ്ഥിതിയിൽ പോലും നമ്മൾ സന്തോഷമായിരിക്കണം. രോനയ്ക്ക് പരിസ്ഥിതി ഖുഷി, മൻ ഖുഷി. മനസ്സ് എപ്പോഴും സന്തോഷം നിറഞ്ഞതായിരിക്കണം. അല്ലെ, കരച്ചിലിന്റെ പരിസ്ഥിതിയിൽ പോലും നമ്മുടെ സന്തോഷം നഷ്ടപ്പെടരുത്, സന്തോഷായിരിക്കണം. എസനഹി ഹസ്തേ രഹോ ലേക്കിൻ മൻ ഖുഷോ. അങ്ങനെയല്ല നിങ്ങൾ 24 മണിക്കൂറും പുഞ്ചിരിച്ചോണ്ടിരിക്കണം, 70 mm 24 മണിക്കൂറും. അതല്ല, മനസ്സ് സന്തോഷം നിറഞ്ഞതായിരിക്കണം. ഹൃദയത്തിന് സന്തോഷം വേണം, മനസ്സിന് സന്തോഷം വേണം. എസനഹി ഹസ്തേ രഹോ, അങ്ങനല്ലേ എപ്പോഴും പുഞ്ചിരിച്ചോണ്ടിരിക്കുക, എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുക, അഹഹഹാന്ന് എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുക. അതല്ല, ലേക്കിൻ മൻ ഖുഷോ. പ്രധാനം എന്താണ്? പുറത്ത് ആരും നോക്കി വേണ്ട നമുക്ക് ചിരിക്കാം, പക്ഷെ കുട്ടികളുടെ മനസ്സ് സന്തോഷം നിറഞ്ഞതായിരിക്കണം. പാണ്ഡവ് ക്യാ സമജ്തേ ഹോ? ऐसा अनुभव दूसरों को होता है या अभी कम होता है? ബാബ പറഞ്ഞ പാണ്ഡവരെന്താ മനസ്സിലാക്കുന്നത്? ഈ അനുഭവം അല്ലെ നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്ക് ഉണ്ടാകുന്നുണ്ടോ, അതോ കുറവാണ് ഉണ്ടാകുന്നത്? അല്ലെ, ഭായിമാരെന്താ വിചാരിക്കുന്നത്? ബാബു ചോദിച്ചു, പാണ്ഡവരെന്താണ് മനസ്സിലാക്കുന്നത്? ഈ അനുഭവം നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്ക് ഉണ്ടാകുന്നുണ്ടോ, അതോ കുറവാണോ ഉണ്ടാകുന്നത്? खुश मिजाज रहने वाले अपने चेहरे से बहुत सेवा करते हैं. സന്തോഷ സമ്പന്നമായ മുഖമുള്ളവർ അവരുടെ മുഖത്തിലൂടെ തന്നെ വളരെയധികം സേവനം ചെയ്യും. മുഖസെ പോലും നഹി പോലും, അവര് സംസാരിച്ചാലും സംസാരിച്ചില്ലെങ്കിലും
आपकी सूरत ज्ञानी की सीरत സ്വതഹി പ്രത്യക്ഷക്കരെ. അല്ലെ ബാബ പറയാണ്, നിങ്ങള് സംസാരിച്ചാലും സംസാരിച്ചില്ലെങ്കിലും നിങ്ങൾ ഹൃദയത്തിൽ അത്രയും സന്തോഷം നിറഞ്ഞവരാണ് എങ്കില്, അല്ലെ ബാബ പറയാണ്, നിങ്ങളുടെ മുഖവും നിങ്ങളുടെ ജ്ഞാനവും, അല്ലെ നിങ്ങളുടെ അല്ലെ ബാബ പറയാണ്, നിങ്ങളുടെ മുഖവും നിങ്ങളുടെ ജ്ഞാനവും സ്വതവേ പ്രത്യക്ഷമാകും. ബാബ പറയുന്ന സ്വതവേ അത് നിങ്ങളിൽ പ്രത്യക്ഷമാകും. അത് സ്വതവേ പ്രത്യക്ഷപ്പെടും, അതാരും പറയേണ്ട കാര്യമില്ല. യഹി യാദ് രഖ്ന ദിൽഖുഷ് മിഠായി കാനി ഹെ. ഇവിടെ എപ്പോഴും നമ്മൾ ഓർമ്മയിൽ വെക്കേണ്ട കാര്യം എന്താണ്? ഹൃദയത്തിലെ സന്തോഷമാകുന്ന മിഠായി കഴിക്കണം, മറ്റുള്ളവരെ കഴിപ്പിക്കണം. സദാ എല്ലാ ദിവസവും അമൃതവേളയിൽ എന്ത് ചെയ്യണം? ഹൃദയത്തിലെ സന്തോഷമാകുന്ന മിഠായി കഴിക്കണം, മറ്റുള്ളവരെ കഴിപ്പിക്കണം. സ്വയം ജോ കാത്താ ഹെ വോ ഖിലാനെ കെ ബിന രഹ നഹീ സക്തേ. സ്വയം ഹൃദയത്തിലെ സന്തോഷമാകുന്ന മിഠായി കഴിക്കുന്നവർക്ക് മറ്റുള്ളവരെ ആ മിഠായി കഴിപ്പിക്കാതിരിക്കാൻ പറ്റില്ല. അവര് മറ്റുള്ളവരുടെ ഹൃദയത്തിലെ സന്തോഷം കൊടുക്കും. ബൽഗാം, സോലാപൂർ അവർക്ക് വേണ്ടി ബാബു പറയും. अपने श्रेष्ठ जीवन को देख हर्षित होते हो, क्योंकि ये जीवन हीरे तुल्य जीवन है. ബാബ ചോദിച്ചു, അല്ലെ കുട്ടികളെ, നിങ്ങൾ നിങ്ങളുടെ ഈ ശ്രേഷ്ഠമായ ജീവിതത്തെ കണ്ട്, ഈ ശ്രേഷ്ഠമായ ബ്രാഹ്മണ ജീവിതം കാണുമ്പോ കുട്ടികൾ വളരെയധികം സന്തോഷിക്കുന്നുണ്ടോ? അല്ലേ? ശിവബാബ ബ്രഹ്മാവാകുന്ന സേനയിൽ വന്ന് കൈനിറയെ അല്ലെ എത്ര വെറൈറ്റി ഗിഫ്റ്റുകൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. ക്യോങ്കി ജീവൻ ഹീരെ തുല്യ ജീവൻ ഹേ. അല്ലെ, നമ്മുടെ ശ്രേഷ്ഠമായ ജീവിതം കണ്ട് നമ്മൾ സന്തോഷിക്കുന്നുണ്ടോ? കാരണം നമ്മളുടെ ഈ ജീവിതം, ഈ സംഗമയുഗത്തിലെ ബ്രാഹ്മണ ജീവിതം വജ്രതുല്യമായ ജീവിതമാണ്. അല്ലെ, വജ്രം എന്ന് പറഞ്ഞാൽ വളരെ മൂല്യമുള്ളതാണ്, വളരെ അമൂല്യമായ ഒന്നാണ് വജ്രം എന്ന് പറയുന്നത്. സംഗമയുഗത്തിലെ നമ്മുടെ ജീവിതം വജ്രതുല്യ ജീവിതമാണ്. ഈ ജീവൻ കോ ഇത്ര അമൂല്യ സമജിക്കർ ഹർ കർമ്മ കരും. നമ്മളുടെ ഈ ബ്രാഹ്മണ ജീവിതം ഏറ്റവും അമൂല്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? ഓരോ കർമ്മവും ചെയ്യണം. ഈ അല്ലെ, അതായത് ബാബ പറയാണ്, അല്ലെ ഈ അല്ലെ നമ്മളുടെ ഈ ബ്രാഹ്മണ ജീവിതം ഏറ്റവും അമൂല്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഓരോ കർമ്മവും ചെയ്യണം. അപ്പൊ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും നമുക്ക് ഏത് ലഹരി വേണം? ഈ ബ്രാഹ്മണ ജീവിതം അല്ലെ വജ്രതുല്യ ജീവിതമാണ്, അത്രയും മൂല്യമുള്ള ജീവിതമാണ്. ആ അമൂല്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഓരോ കർമ്മവും ചെയ്യണം. ബ്രാഹ്മൺ ജീവൻ അർത്ഥാത് അലൗകിക ജീവൻ. ബ്രാഹ്മണ ജീവിതം എന്ന് പറഞ്ഞാൽ അലൗകിക ജീവിതം. അലൗകിക ജീവൻ സാധാരണ ചലൻ നഹി ഹോ സക്തി. അലൗകിക ജീവിതത്തിൽ ഒരിക്കലും സാധാരണമായ ചലനം, സാധാരണമായ പോക്ക് പാടില്ല, സാധാരണമായിട്ടുള്ള കർമ്മങ്ങൾ പാടില്ല. ജോബി കർമ്മ കർത്തേ ഹോ അലൗകിക ഹോന ചാഹിയെ. നമ്മള് ഈ അല്ലെ ഈ അലൗകിക ജീവിതത്തിൽ ഏതൊരു കർമ്മം ചെയ്താലും അത് അലൗകികമായിരിക്കണം. സാധാരണത അവിടെ പാടില്ല. നമ്മുടെ സ്ഥിതി മഹാനായിരിക്കണം, സ്ഥിതി ഉയർന്നതായിരിക്കണം. അപ്പൊ ബാബ പറയില്ലേ, ഏതൊരു സേവ നമ്മൾ ചെയ്യുമ്പോഴും നമ്മളും ബാബയും കമ്പൈൻഡ് ആയിരിക്കണം. അവിടെയാണ് അതിന് മഹാനത വരുന്നത്. ഞാനും ബാബയും കമ്പൈൻഡ് ആണ്. ബാബ ചെന്നിലൂടെ ചെയ്യിപ്പിക്കുന്നു, ബാബ ചെയ്യിപ്പിക്കുന്നു. ഞാൻ ചെയ്യാൻ നിമിത്തമായ ആത്മാവ് ബാബ ചെയ്യിപ്പിക്കുന്നു, അല്ലെ? അപ്പൊ അതാണ് നമ്മളെ മഹാനാക്കി മാറ്റുന്നത്. അപ്പൊ ബാബ പറയാണ്, അതുകൊണ്ട് കുട്ടികള് അലൗകിക ജീവിതം നയിക്കുന്നവരുടെ ഓരോ കർമ്മവും അലൗകികമായിരിക്കണം. ഒരു കർമ്മം പോലും സാധാരണമായിരിക്കരുത്. अलौकिक कर्म तब होता है जब अलौकिक स्वरूप की स्मृति रहती है. അലൗകികമായ കർമ്മം ഉണ്ടാകുന്നത് അലൗകികമായ സ്വരൂപത്തിന്റെ സ്മൃതിയിലിരിക്കുമ്പോഴാണ്, അല്ലെ? അലൗകിക സ്വരൂപത്തിന്റെ സ്മൃതിയിലിരിക്കുമ്പോഴാണ് അലൗകിക കർമ്മം ഉണ്ടാകുന്നത്. അപ്പൊ എന്താ അല്ലെ ബാബയോട് പറയാണ്, അലൗകിക സ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? ബാബ നൽകിയ സമ്മാനങ്ങളുടെ സ്വരൂപത്തിൽ ഇരുന്നാ മതി, അല്ലെ? ക്യോങ്കി ജൈസി സ്മൃതി ഹോഗി വൈസി സ്ഥിതി ഹോഗി. കാരണം നമ്മുടെ സ്മൃതി മണ്ഡലത്തിൽ എന്താണ് ഉള്ളത് അതാണ് നമ്മുടെ സ്ഥിതി. നമ്മൾ വിചാരിക്കുക ഞാൻ മാസ്റ്റർ സർവശക്തിവാനായ ആത്മാവാണ്, അല്ലെ? ഞാൻ ലൗലീനമായ ആത്മാവാണ്, ഞാൻ ബാബ എന്റെ, അല്ലെ? ഓരോ ശ്വാസത്തിലും ബാബ കൂടെയുണ്ട്, ഞാനും ബാബയും കമ്പൈൻഡ് ആണ്. അപ്പൊ നമ്മളുടെ സ്മൃതിയാണ് നമ്മുടെ സ്ഥിതി, അല്ലെ? സ്മൃതിയാണ് നമ്മുടെ സ്ഥിതി. അപ്പൊ അലൗകികമായിട്ടുള്ള സ്ഥിതി നമ്മൾ കുട്ടികൾക്ക് ഉണ്ടായിരിക്കണം. അലൗകിക ജീവിതത്തില്
സാധാരണ സ്ഥിതിയല്ല, അലൗകികമായ സ്ഥിതി. ആ അലൗകികമായ സ്ഥിതി എങ്ങനെ ഉണ്ടാകുക? അലൗകികമായ സ്മൃതി, ശ്രേഷ്ഠമായ സ്മൃതികളിലൂടെയാണ് അലൗകികമായ സ്ഥിതി നമുക്ക് ഉണ്ടാകുക. ഇത്രയും കാലം നമ്മൾ ലൗകികമായ സ്ഥിതിയിലല്ലേ ജീവിച്ചേ? നമ്മുടെ ചിന്തകള്, വാക്കുകള്, കർമ്മങ്ങൾ എല്ലാം ലൗകികമായിരുന്നു അല്ലെ? ലൗകിക രീതിയിലാണ് നമ്മൾ ചിന്തിച്ചത്. ബാബ നമ്മളെ അലൗകികമായ രീതിയിൽ ചിന്തിക്കുകയും അലൗകികമായിട്ട് സംസാരിക്കുക, അലൗകികമായ കർമ്മം ചെയ്യാൻ നമ്മളെ പ്രാപ്തരാക്കി മാറ്റുകയാണ്. അപ്പൊ നമ്മുടെ സ്മൃതിയാണ് നമ്മുടെ സ്ഥിതി. മാസ്റ്റർ സർവശക്തിമാനാണ് എന്നുള്ള സ്മൃതി ഉണ്ടെങ്കിൽ ആ സ്ഥിതിയുണ്ട്. ബാബ എന്റെ കൂടെ ഉണ്ട് എന്നുള്ള സ്മൃതി ഉണ്ടെങ്കിൽ ബാബ കൂടെയുള്ള ശക്തിശാലിയായ സ്ഥിതിയുണ്ട്. ഞാനും ബാബയും കമ്പൈൻഡ് ആണ് എന്ന് പറയുമ്പോ ചെയ്യിപ്പിക്കുന്നു ബാബ. അപ്പൊ നമ്മുടെ സ്ഥിതി അത്രേ ഉയർന്നു അല്ലെ? സ്മൃതിയാണ് സ്ഥിതി ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിന്റെ ഭാവനകളും നമ്മുടെ സ്മൃതിയും നമ്മുടെ സ്ഥിതിയെ ഉണ്ടാക്കും. സ്മൃതി മേ രഹേ ഏക് ബാബ് ദൂസരാ കോയി. അപ്പൊ സ്മൃതിക്ക് അനുസൃതമാണ് സ്ഥിതി അല്ലെ? അപ്പൊ നമുക്ക് അലൗകികമായിട്ടുള്ള സ്ഥിതി വേണം, അലൗകിക സ്വരൂപരാകണം. അപ്പൊ നമുക്ക് എന്താ സ്മൃതി ഉണ്ടായിരിക്കേണ്ടത്? ബാബ പറയാണ് നമുക്ക് ഈ സ്മൃതി ഉണ്ടായിരിക്കണം, നമുക്ക് ഈ സ്മൃതി ഉണ്ടായിരിക്കണം. ഒരേരു ബാബ രണ്ടാമത് ആരും തന്നെ, ഒരേരു ബാബ രണ്ടാമത് ആരും തന്നെ ഇല്ല. ഈ സ്ഥിതി നമുക്കുണ്ടായിരിക്കണം, ഈ സ്മൃതി ഉണ്ടായിരിക്കണം. സത്യല്ലേ? അത് യാഥാർത്ഥ്യമാണോ? അല്ലേ? അല്ലേ? ഒരേരു ബാബയല്ലേ നമുക്കുള്ളത്, രണ്ടാമത് ആരും, രണ്ടാമതൊന്നുമില്ല. അതൊരു യാഥാർത്ഥ്യമാണ് അല്ലെ? ആ യാഥാർത്ഥ്യത്തിന്റെ സ്ഥിതി വേണം നമുക്ക്. അതൊരു യാഥാർത്ഥ്യമാണ്, ഈശ്വരൻ മാത്രമാണ് നമുക്കുള്ളത് എന്നുള്ളത്. പക്ഷെ അത് നമ്മുടെ ഉള്ളിൽ അതിന്റെ ഉറച്ച സ്ഥിതി വേണം. ബാക്കി ഈ ലോകത്തിൽ ഒന്നും എന്റേതല്ല അല്ലേ? ബാക്കിയുള്ളതെല്ലാം ബാബ നൽകിയതാണ്, ഒന്നും എന്റേതല്ല. ഹൃദയത്തിൽ നിന്ന് നമുക്ക് ഏത് സ്ഥിതി വേണം? എനിക്ക് ഒരേരു ബാബ, രണ്ടാമത് ആരും തന്നെ ഇല്ല എന്നുള്ള സ്ഥിതി നമുക്ക് വേണം അല്ലെ? നമ്മുടെ ഹൃദയത്തിന്റെ ആശ്രയം അല്ലെ? നമ്മുടെ ഒരേരു ബലം, നമ്മുടെ ഒരേരു വിശ്വാസം, ഒരേരു സംബന്ധം, എല്ലാം നമുക്ക് എല്ലാം ആയിരിക്കുന്നത് ആരാണ്? ഒരേരു ബാബ. ഒരേരു ബാബയാണ് നമ്മുടെ ആധാര സ്തംഭം, ആധാരം ജീവിതത്തിന്റെ. നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് മുഴുവൻ ആരെയാണ്? ഒരേരു ബാബയെ. അപ്പോഴാണ് നമുക്ക് അത്ഭുതകരമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അല്ലെ? നമുക്ക് അസാധ്യമായ കാര്യം ബാബ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പോ അല്ലെ, കുട്ടികളുടെ ഉള്ളിൽ ആ സ്മൃതി ഉണ്ടായിരിക്കണം. അപ്പോഴാണ് സ്ഥിതി വരുന്നത്, ശക്തിശാലികളാകുന്നത്. സ്മൃതി മേ രഹേ ഏക് ബാബ് ദൂസരാ കോയി തോ ബാപ് കി സ്മൃതി സദാ സമർത്ഥ ബനാതി ഹി. അച്ഛന്റെ സ്മൃതിയാണ് നമ്മളെ സദാ സമർത്ഥരാക്കി മാറ്റുന്നത് അല്ലെ? അതായത് ആ അച്ഛന്റെ സ്മൃതി, ബാബയുടെ സ്മൃതി ആണ് നമ്മളെ സമർത്ഥരാക്കി മാറ്റുന്നത്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ അറ്റാച്ച്മെന്റ് ദേഹധാരികളോടാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ മക്കളോട് അല്ലേ? ആ അത്രയ്ക്ക് നമുക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണെങ്കിൽ അവര് നമ്മളെ വിട്ട് എവിടെങ്കിലും പോകുന്നു, കുറച്ചു കാലത്തേക്ക് ഫോറിനിൽ പോകുന്നു, അവിടെ പോകുന്നു പറയുമ്പോൾ നമുക്ക് വിരഹവേദന ഉണ്ടാവും, വിരഹ ദുഃഖം ഉണ്ടാവും അല്ലേ? നമ്മുടെ മനസ്സ് ദുർബലമാകും, നമ്മള് ഒക്കെ അസുഖങ്ങൾ വരും, രോഗങ്ങൾ ബാധിക്കും. കാരണം എന്താണ്? അറ്റാച്ച്മെന്റ് നമ്മളെ മാനസികമായി തളർത്തും, സംഭവിക്കാത്. അപ്പൊ അതാണ് ബാബ നമ്മളോട് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് എപ്പോഴും നമ്മളോട് പറയുന്നത്, ഒരേരു ബാബ, രണ്ടാമത് ആരുമില്ല എന്നുള്ള സ്ഥിതി നമ്മൾ കുട്ടികളുടെ ഉള്ളിൽ വേണം. ബാബയുടെ അത്ര അറ്റാച്ച്മെന്റ് വേണം. ബാബയുടെ സ്മൃതി നമ്മളെ സമർത്ഥരാക്കി മാറ്റുന്നു. ഇസ്ലിയെ കർമ്മഭി ശ്രേഷ്ഠ അലൗകിക ഹോത്താ ഹെ. അപ്പൊ നമ്മുടെ കർമ്മവും ശ്രേഷ്ഠവും അലൗകികവുമായിട്ട് മാറും അല്ലെ? ബാബയുടെ സ്മൃതി നമ്മളെ സമർത്ഥരാക്കി മാറ്റും. അപ്പൊ നമ്മൾ ഓരോ കർമ്മവും ശ്രേഷ്ഠവും അലൗകികവുമായിട്ട് മാറുന്നു. സാരാദീൻ ജയ്സെ അജ്ഞാനി ജീവൻ മേ മേരാ മേരാ കർത്തേ രഹേ അല്ലെ? ദിവസം മുഴുവൻ നമ്മള് അജ്ഞാനിയുടെ ജീവിതത്തില് നമ്മൾ എങ്ങനെയായിരുന്നു? നമ്മൾ അജ്ഞാനിയായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നപ്പോ നമ്മൾ ഞാൻ എന്റെ എന്ന് പറഞ്ഞിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ യഹി മേരെ ബാപ് കി തരഫ് ലഗാ ദിയ. പക്ഷെ ഇപ്പൊ നമ്മൾ എന്താ പറയുന്നത്? എന്റെ ബാബ. മറ്റേ നമ്മൾ എന്റെ എന്ന് പറഞ്ഞ് ജീവിച്ചു. ഇപ്പൊ നമ്മൾ എന്താ പറയുന്നേ? എന്റെ ബാബ അല്ലെ? എന്റെ ബാബയിലേക്ക് നമ്മുടെ മനസ്സിനെ നമ്മൾ ഘടിപ്പിച്ചു. അഭി ഓർ സബ് മേര കഥം ഹോ ഗയ. എന്റെ ബാബ എന്ന് പറഞ്ഞപ്പോ പിന്നെ അവിടെ ബാക്കി എല്ലാം സമാപ്തമായി.
എന്റെ ബാബ എന്ന് പറഞ്ഞപ്പോഴേക്കും അവിടെ ബാക്കി എല്ലാം സമാപ്തമായി. ബ്രാഹ്മൺ ബന്ന അർത്ഥാത് സബ് കുച്ച് തേരാ കർ ദിയ. അല്ലെ, ബ്രാഹ്മണനാകുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലാം നിന്റേത്. ബ്രാഹ്മണ കുട്ടികൾ എങ്ങനെയാണ്? ഒന്നും എന്റേതില്ല, എല്ലാം നിന്റേത്. അതാണ് ബ്രാഹ്മണ കുട്ടികൾ. എന്റെ ബാബ, ബാബ മാത്രം എന്റെ. तो ये गलती तो नहीं करते हो, मेरे को तेरा तेरे को मेरा. ഈ തെറ്റ് കുട്ടികൾ ചെയ്യുന്നില്ലല്ലോ. എന്റേതെല്ലാം നിന്റെ, നിന്റേതെല്ലാം എന്റെ. तेरे को मेरा तो नहीं बना देते हो. जब कोई मतलब होगा तो कहेंगे मेरा, और कोई मतलब नहीं होगा तो कहेंगे तेरा. അല്ലേ, ബാബ പറയാണ് ഇടയ്ക്കിടയ്ക്ക് എല്ലാം നിന്റെയാണ് നിന്റെയാണെന്ന് പറഞ്ഞിട്ടെ ഇടയ്ക്കിടയ്ക്ക് ബാബയ്ക്ക് കൊടുത്ത് തിരിച്ചെടുക്കുന്നുണ്ടോ? അല്ലെ, നിന്റെ എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്റേതാക്കി മാറ്റുന്നുണ്ടോ എന്ന് ബാബ ചോദിക്കാണ്. ജബ് പോയി മത്ലബ് ഹോഗാത്തോ കഹേങ്കെ മേര. അല്ലെ, അപ്പൊ എന്തെങ്കിലും സ്വന്തം കാര്യങ്ങൾ വരുമ്പോ നമ്മൾ എന്ത് പറയും? എന്റെ എന്റെ എന്ന് പറയും. അപ്പൊ അത് നിന്റെയാണ്, ഭഗവാന്റെ ആണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകാണ്. ഭഗവാൻ നൽകിയതാണ്, ഭഗവാന്റേതാണ് എന്നുള്ള കാര്യം നമ്മൾ കുട്ടികൾ മറന്നു പോകും. അല്ലെ, അപ്പൊ ഇടയ്ക്ക് എന്താണ്? നിന്റേതാണ് നിന്റേതാണെന്ന് വിചാരിച്ചിട്ട് പിന്നെ എന്റേതാണ് എന്ന് നമ്മൾ പറയാണ്. മേരാ ബലെ കാഹോ ലേക്കിൻ മേരാ ബാബ. എന്റേന്ന് പറഞ്ഞോളൂ, എന്റേന്ന് പറയാതിരിക്കൊന്നും വേണ്ട. എന്റെ ബാബ എന്താ പറയണ്ടേ? എന്റെ ബാബ. ബാക്കി സബ് മേരാ മേരാ ചോടുക്കർ ഏക് മേരാ. ബാക്കി എന്റേതെല്ലാം ഉപേക്ഷിച്ചിട്ട് എന്തായിരിക്കണം? എന്റെ ബാബ. ഏക് മേരാ കഹനെ സേ മേരാ ചൂട്ട് ജായെങ്കെ. എന്റെ ബാബ എന്ന് കുട്ടികൾ പറയുന്നുണ്ടെങ്കിൽ എല്ലാ പരിശ്രമത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. പരിശ്രമത്തിന്റെ അനുഭവം, കഠിനതയുടെ അനുഭവം, പ്രയത്നത്തിന്റെ അനുഭവം, കഷ്ടപ്പാടിന്റെ അനുഭവം, അതിൽ നിന്നെല്ലാം നമ്മൾ രക്ഷപ്പെടുന്നത്, മുക്തരാകുന്നത് എന്താണ്? എന്റെ ബാബ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ നിന്നെല്ലാം അല്ലെ രക്ഷപ്പെടുകയാണ്. പരിശ്രമത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുകയാണ്. ബോജ് ഉത്തർ ജായിക, എല്ലാ ഭാരവും പോകും. എന്റെ ബാബ എന്ന് പറയുമ്പോഴെന്താണ്? എല്ലാ ഭാരവും പോകും. നഹിതോ ഗൃഹസ്ഥി ജീവൻ മേ കിത്ന ബോജ് ഹൈ. ഇല്ലെങ്കിൽ ഗൃഹസ്ഥ ജീവിതത്തിൽ എത്ര ഭാരമാണ്. ഓരോ എന്റെയും നമുക്ക് വളരെയധികം ഭാരം ഉണ്ടാക്കും. ഹൃദയത്തിന് നിന്റെയാണ് നിന്റെയാണ് അല്ലെ, സംരക്ഷകൻ ബാബയാണ് എന്നാണ് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലോ അവിടെ നമുക്ക് ഭാരം കുറയും. നഹിതോ ഗൃഹസ്ഥ ജീവൻ മേ കിത്ന ബോജ് ഹൈ. ഇല്ലെങ്കിൽ ഗൃഹസ്ഥ ജീവിതത്തിൽ എത്ര ഭാരമാണ്. അഭി ഹൽക്കെ ഡബിൾ ലൈറ്റ് ഹോ ജായേ. ഇപ്പൊ കുട്ടികൾ ആരാക്കണം? ലൈറ്റ് ആകണം, ഡബിൾ ലൈറ്റ് ആകണം. അല്ലെ, ലൈറ്റ് ആകണം, കുട്ടികളുടെ മനസ്സ് ഡബിൾ ലൈറ്റ് ആകണം. സദാ ഉടുത്തി കലാവാലയം, സദാ സന്തോഷത്തിന്റെ ലഹരിയിൽ പറക്കുന്നവരായിരിക്കണം കുട്ടികൾ. സദാ സന്തോഷത്തിന്റെ ലഹരിയിൽ പറക്കണം, പറക്കുന്ന കലയിൽ അല്ലെ, മനസ്സ് എപ്പോഴും പറന്നുകൊണ്ടിരിക്കണം. ഉടുത്തി കലാക്ക് സിവായി രുക്തി കല വാ രുക്കിനെ നഹിഹെ. അതുകൊണ്ട് പറക്കുന്ന കലയ്ക്ക് പകരം നിൽക്കുന്ന കലയിലേക്ക് പോവരുത്, നിൽക്കരുത്. പറന്നുകൊണ്ടിരിക്കണം പറക്കുന്ന കലയില്, നിൽക്കാൻ പാടില്ല, നിൽക്കരുത്. സദാ ഉടുത്തേച്ചല്ലോ, സദാ പറന്നുകൊണ്ടേ പോകൂ. ബാപ്നെ അപ്നെ ബനാലിയ. അല്ലെ, എന്തുകൊണ്ടാ ബാബ നിങ്ങൾ പറക്ക് പറക്ക്, പറന്നുകൊണ്ടിരിക്കുക, ഡബിൾ ലൈറ്റ് ആക്ക്, ലൈറ്റ് ആക്ക്. കാരണം സ്വയം ഭഗവാൻ നമ്മളെ സ്വന്തമാക്കി. നമ്മൾ ആരുടെ കൈകളിലാണ്? ആരുടെ കൈവെള്ളയിലാണ്? അല്ലെ, സ്വയം ഭഗവാൻ നമ്മളെ സ്വന്തമാക്കി. സദാ ഇസി ഖുഷി മേരം. ഭഗവാൻ എന്നെ സ്വന്തമാക്കി, ഞാൻ ഭഗവാന്റെയാണ്, ഭഗവാൻ എന്റെയാണ്. അല്ലെ, ബാബ എന്നെ സ്വന്തമാക്കി, ബാബയുടെ കുട്ടിയാണ് ഞാൻ. അല്ലെ, ഈ സന്തോഷത്തിന്റെ ലഹരിയിൽ ഇരിക്കൂ. ഭഗവാൻ വന്ന് നമ്മളെ സെലക്ട് ചെയ്തല്ലേ. നമ്മൾ ലോകത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ഉണ്ടായിരുന്ന അല്ലെ, പരമാത്മാ വന്ന് നമ്മളെ സെലക്ട് ചെയ്തു. അല്ലെ, സാൻഡയുടെ രൂപത്തിൽ വന്നിട്ട് നമുക്ക് കൈ നിറയെ സമ്മാനങ്ങള്. मीठे मीठे सिकीलते बच्चों की माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप के रूहानी बच्चों को नमस्ते. रूहानी बच्चों के रूहानी बाप को नमस्ते. വരദാനം. ജ്ഞാനത്തോടൊപ്പം ഗുണങ്ങളെ എമർജ് ചെയ്ത് നമ്പർ 1 ആയി മാറുന്ന സർവഗുണ സമ്പന്നനായി ഭവിക്കും.
ജ്ഞാനത്തോടൊപ്പം ഗുണങ്ങളെയും അല്ലെ നമ്മളിൽ പ്രകടമാക്കി നമ്പർ 1 ആയി മാറുന്ന സർവഗുണ സമ്പന്നരായി ഭവിക്കൂ. മുകളിൽ ലൈറ്റ് കാര്യങ്ങളുണ്ടോ? അത് ആളോട് പറയും. ഫാന്, ലൈറ്റ്. वर्तमान സമയത്ത് आपस में विशेष कर्म द्वारा गुणदाता बनने की आवश्यकता है. വർത്തമാന സമയത്ത് അല്ലെ പരസ്പരം ആപസ്മേ അല്ലെ എന്താണ് വിശേഷ കർമ്മങ്ങളിലൂടെ ഗുണദാതാവായി മാറേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. ബാബ പറയാണ് അല്ലെ വർത്തമാന സമയത്ത് നമുക്കിടയില് പരസ്പരം വിശേഷ കർമ്മങ്ങളിലൂടെ ഗുണദാതാവായി മാറേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. ഇസ്ലിയെ ജ്ഞാനക്കെ സാത്ത് ഗുണോക്കോ എമർജ് കരും. ബാബ പറയാണ് അതുകൊണ്ട് ജ്ഞാനത്തിനോടൊപ്പം ഗുണങ്ങളെ പ്രകടമാക്കൂ. യഹി സങ്കല്പ കരോ മുझे സദാ ഗുണമൂരത്ത് ബൻ സബ്കോ ഗുണമൂരത്ത് ബനാനെ കാ വിശേഷ കർത്തവ്യ കർണ ഹി. ഈ സങ്കല്പം ചെയ്യൂ അല്ലെ ഞാൻ സദാ ഗുണമൂർത്തിയായി അല്ലെ സർവരെയും ഗുണമൂർത്തിയാക്കി മാറ്റുന്നതിന്റെ വിശേഷ കർത്തവ്യം ചെയ്യണം. ഇപ്പൊ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഈ സങ്കല്പം വേണം. നമ്മൾ സദാ ഗുണമൂർത്തിയായി സർവരെയും ഗുണമൂർത്തിയാക്കി മാറ്റുന്നതിന്റെ വിശേഷ കർത്തവ്യം ചെയ്യണം. വ്യർത്ഥ ദേഖനെ സുനനെ ഓർ കർണയ്ക്ക് ഫുർസത്ത് ഹി നഹി രഹി. അപ്പൊ നമുക്ക് വ്യർത്ഥത കാണുക കേൾക്കുക അല്ലെ വ്യർത്ഥത കാണാനോ കേൾക്കാനോ ഒന്നും നമുക്ക് സമയം ലഭിക്കില്ല. ബാബ പറയാണ് അല്ലെ വ്യർത്ഥത കാണാനോ കേൾക്കാനോ നമുക്ക് സമയം ലഭിക്കില്ല. ദൂസരോക്കോ ദേഖനെ കെ ബജായി ബ്രഹ്മ ബാബാക്കോ ഫോളോ കർത്തെ ജായി. മറ്റുള്ളവരെ കാണുന്നതിന് പകരം ബ്രഹ്മ ബാബയെ ഫോളോ ചെയ്യൂ. നമ്മൾ നമ്മുടെ ഫോളോ ഫാദർ ഫോളോ ബ്രദർ ഫോളോ സിസ്റ്റർ ഒന്നുമല്ല. നമുക്ക് ആരെയും ഫോളോ ചെയ്യണ്ട, ഒരു ദേഹധാരികളെയും ഫോളോ ചെയ്യണ്ട. പിന്നെ ബാബ നമുക്ക് ഫോളോ ചെയ്യാനായിട്ടുള്ള ഒരേ ഒരു ദേഹധാരി നൽകിയിരിക്കുന്ന ആര് മാത്രമാണ്? ബ്രഹ്മ ബാബ. അതുകൊണ്ട് ബ്രഹ്മ ബാബയെ ഫോളോ ചെയ്ത് ഓരോ സെക്കൻഡും ഗുണങ്ങളുടെ ദാനം ചെയ്തുകൊണ്ടേയിരിക്കും. മറ്റുള്ളവരെ കാണുന്നതിന് പകരം ബ്രഹ്മബാബയെ ഫോളോ ചെയ്ത് ഓരോ സെക്കൻഡും ഗുണങ്ങളുടെ ദാനം ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ സർവഗുണ സമ്പന്നരായി മാറാനും മറ്റുള്ളവരെ സർവഗുണ സമ്പന്നരാക്കി മാറ്റാനുള്ള എക്സാമ്പിൾ ആയി നമ്പർ 1 ആകാൻ സാധിക്കും. ബാബ പറഞ്ഞത് വർത്തമാന സമയത്ത് നമുക്കിടയില് വിശേഷ കർമ്മങ്ങളിലൂടെ ഗുണദാതാവാകുന്നതിന്റെ ആവശ്യകതയുണ്ട്. ബാബ ജ്ഞാനത്തോടൊപ്പം ഗുണങ്ങളെയും നിങ്ങളിൽ പ്രകടമാക്കൂ. ഓരോ സങ്കല്പവും ചെയ്യൂ. ഞാൻ സദാ ഗുണമൂർത്തിയായി സർവരെയും ഗുണമൂർത്തിയാക്കി മാറ്റുന്ന വിശേഷ കർത്തവ്യം ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഗുണമൂർത്തിയാകുന്നതിൽ അറ്റൻഷൻ നൽകുമ്പോൾ വ്യർത്ഥത കാണുക, വ്യർത്ഥത കേൾക്കുക, വ്യർത്ഥമായ കാര്യങ്ങൾ ചെയ്യുക, അതിന് നമുക്ക് സമയം ലഭിക്കില്ല അല്ലെ. അപ്പൊ വ്യർത്ഥത കാണുക, വ്യർത്ഥത കേൾക്കുക, വ്യർത്ഥമായ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സമയം ലഭിക്കില്ല. അപ്പൊ നമ്മൾ എന്താണ് മറ്റുള്ളവരെ കാണുന്നതിന് പകരം ബ്രഹ്മബാബയെ ഫോളോ ചെയ്ത് സെക്കൻഡിൽ ഗുണങ്ങളുടെ ദാനവും ചെയ്തുകൊണ്ടേ പോകൂ അല്ലെ. ഓരോ സെക്കൻഡും ഗുണങ്ങളുടെ ദാനം ചെയ്തുകൊണ്ടേ പോകൂ. അപ്പൊ സർവഗുണ സമ്പന്നരാകാനും മറ്റുള്ളവരെ സർവഗുണ സമ്പന്നരാക്കി മാറ്റാനും അല്ലെ സ്വയം മാതൃകയായി നമ്പർ 1 ആയിട്ട് മാറാനും സാധിക്കും അല്ലെ. സ്ലോഗൻ साइलेंस की पावर द्वारा नेगेटिव को पॉजिटिव में परिवर्तन करना ही मनसा सेवा है. സൈലൻസിന്റെ പവറിലൂടെ നെഗറ്റീവിനെ പോസിറ്റീവിലേക്ക് പരിവർത്തനം ചെയ്യുന്നതാണ് മനസാ സേവനം. സൈലൻസിന്റെ പവറിലൂടെ നെഗറ്റീവിനെ പോസിറ്റീവിലേക്ക് പരിവർത്തനം ചെയ്യുന്നതാണ് മനസാ സേവനം. ഇനി ലൗലീൻ സ്ഥിതിയുടെ അനുഭവം ചെയ്യും അല്ലെ. ഇന്ന് അഭ്യസിക്കേണ്ട പോയിന്റ് ये परमात्म प्यार ऐसा सुखदाई प्यार है. പരമാത്മ സ്നേഹം എന്ന് പറയുന്നത് അത്രയും സുഖദായിയായ സ്നേഹമാണ്. ഈസ് പ്യാർ മേ ഏക് സെക്കൻഡ് ഭി खो जाओ तो अनेक दुख भूल जाएंगे. ഈ പരമാത്മ സ്നേഹത്തിൽ ഒരു സെക്കൻഡെങ്കിലും കുട്ടികൾ മുഴുകൂ. പരമാത്മ സ്നേഹത്തിൽ ഒരു സെക്കൻഡ് കുട്ടികൾ മുഴുകൂ, അനേക ദുഃഖങ്ങൾ മറക്കും. അപ്പൊ ബാബയാകുന്ന സ്നേഹ സമുദ്രത്തില് ഒരു സെക്കൻഡെങ്കിലും ആ പരമാത്മ സ്നേഹത്തിൽ നമ്മൾ അലിഞ്ഞു ചേർന്നാൽ ബാബ പറയാണ് അനേക ദുഃഖങ്ങൾ മറക്കും. സദാക്കലിയെ സുഖെ ജൂലമേ ജൂത്തെ രഹിക്കെ. സദാകാലത്തേക്ക് നമുക്ക് സുഖത്തിന്റെ ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കാൻ പറ്റും. അപ്പൊ പരമാത്മാ സ്നേഹം എന്ന് പറയുന്നത് അത്രയും സുഖദായിയായ സ്നേഹമാണ്. ആ സ്നേഹ സമുദ്രത്തിൽ ഒരു സെക്കൻഡെങ്കിലും നമ്മൾ അലിഞ്ഞു ചേർന്നാൽ
അല്ലെ? ബാബ പറയണ അനേക ദുഃഖങ്ങൾ ദൂരെയാകും. സദാകാലത്തേക്ക് സുഖത്തിന്റെ ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കാൻ കഴിയും. പിന്നെ ജനുവരി 18 നമ്മളെല്ലാ കുട്ടികളും രാവിലെ 8 മണിക്ക് തന്നെ വരണം. കാരണം കുറെ റെസ്ട്രിക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ആലപ്പുഴയിൽ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. അത് എന്നാലും നമുക്ക് എന്താണ് വേഗം തന്നെ നമ്മുടെ പട്ടി തീർക്കുകയും വേണം. അതുകൊണ്ട് കുട്ടികള് നേരത്തെ എത്തിച്ചേരാനായിട്ട് ശ്രമിക്കണം. നേരത്തെ വന്ന് നേരത്തെ എല്ലാവരും വരുമ്പോൾ നമുക്ക് നേരത്തെ തന്നെ എല്ലാം തുടങ്ങാൻ പറ്റും. നേരത്തെ തീർക്കാനും നമുക്ക് സാധിക്കും. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വളരെ വിശിഷ്ടമായ ബ്രഹ്മഭോജനവും എല്ലാം ബ്രഹ്മബാബയുടെ സ്മൃതി ദിനത്തിൽ നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. അപ്പൊ ആരും മിസ് ചെയ്യരുത്. കാരണം ഇത് അവ്യക്ത മാസമാണ് അല്ലെ? ആ അവ്യക്ത സ്മൃതി ദിനമാണ്. അപ്പൊ അമൃതവേള മുതൽ തന്നെ കുട്ടികള് അവ്യക്ത മാലാഖ സ്വരൂപത്തിന്റെ അനുഭവം ചെയ്യണം അല്ലെ? നമ്മള് തികച്ചും അന്തർമുഖരായിരിക്കാനും വളരെ മൗനം അല്ലെ? എപ്പോഴും നമ്മള് ആവശ്യത്തിന് മാത്രം സംസാരിക്കും. അനാവശ്യമായിട്ടുള്ള വ്യർത്ഥമായ സംഭാഷണങ്ങൾ ഒഴിവാക്കുകയും അല്ലെ കൂടുതലും നമ്മൾ അന്തർമുഖികളായിട്ട് ഇരിക്കുകയും ചെയ്യണം. ഇപ്പൊ മുതലേ നമ്മള് അത് പ്രാക്ടീസ് നമുക്ക് വേണം അല്ലെ? അമൃതവേളയിലെ ബാബയുടെ ആ സ്നേഹ സമുദ്രത്തിൽ അലിഞ്ഞു ചേർന്ന് അല്ലെ വളരെ സൈലൻസിന്റെ അനുഭവം ചെയ്യണം. അമൃതവേള മുതലേ നിങ്ങൾ സൈലൻസ് ആയിരിക്കണം. ഇവിടെ വന്നാലും നിങ്ങൾ സംസാരിക്കരുത്. കാരണം സൈലൻസിന്റെ ദിവസമാണ്, അനുഭൂതികളുടെ അനുഭവം ചെയ്യേണ്ട ദിവസമാണ്. അപ്പൊ എല്ലാ കുട്ടികളും വളരെ മൗനമായിരിക്കണം. എല്ലാവരും യൂണിഫോമിൽ വരാനായിട്ട് എല്ലാവരും യൂണിഫോമിൽ വരണം. വെള്ള വസ്ത്രം ധരിച്ചു വരണം. അപ്പോഴാണ് അതിന് ഭംഗി. മാലാഖമാര് ആണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് എല്ലാവർക്കും അനുഭവപ്പെടും. അതുകൊണ്ട് വെള്ള വസ്ത്രം ധരിച്ച് വരണം എല്ലാവരും. പിന്നെ എന്താണ് അപ്പോ രാവിലെ 8 മണിക്ക് തന്നെ തുടങ്ങും. 9:30-ക്ക് നമ്മൾ മുരളി വായിച്ചിരിക്കും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്കുള്ള ബ്രഹ്മഭോജനവും എല്ലാം കുട്ടികൾ ഇവിടെ വന്നിട്ട് കഴിച്ചാൽ മതി. ഇവിടെ നേരത്തെ തന്നെ എല്ലാവരും പോരണം. ഞാൻ പറഞ്ഞില്ലേ അന്നത്തെ ദിവസം ബാബയ്ക്ക് നമ്മൾ നൽകുന്ന ബ്രഹ്മഭോജനം, കുട്ടികൾക്കായിട്ട് തയ്യാറാക്കുന്ന ബ്രഹ്മഭോജനം വളരെ വിശിഷ്ടമാണ്. അതാരും മിസ് ചെയ്യരുത്. ഒപ്പം അന്നത്തെ ഭക്തി ഏറ്റവും നന്നായിട്ട് നമ്മൾ അനുഭവം ചെയ്യണം. അല്ലെ? എല്ലാ കുട്ടികളും മാലാഖ സ്ഥിതിയുടെ അനുഭവത്തിലേക്ക് വരണം. എന്ന് ബാബ പറഞ്ഞ പോലെ പറക്കുന്ന കലയിൽ പറക്കുന്ന ഡബിൾ ലൈറ്റ് സ്ഥിതിയിൽ കുട്ടികൾ ഇരിക്കണം അല്ലെ? അങ്ങനെ ഒരു സ്ഥിതി എല്ലാവരും അനുഭവം ചെയ്യണം. അപ്പൊ അതുകൊണ്ട് എല്ലാവരും നേരത്തെ തന്നെ എത്തിച്ചേരുക. 4 ധാമത്തിന്റെ യാത്ര, അതും വളരെ വിശിഷ്ടമായ അനുഭവമായിരിക്കും നമുക്ക് നൽകുന്നത്. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ആ 4 ധാമങ്ങളുടെ യാത്രയൊക്കെ നമുക്ക് അത്രയ്ക്കും സൈലൻസിൽ നമ്മൾ മധുബനിൽ ചെന്ന പോലെ നമുക്ക് അനുഭവം ചെയ്യാൻ സാധിക്കണം. അവിടെ നമ്മൾ ചെന്നിരിക്കുകയാണെന്നുള്ള ആ ഫീൽ നമുക്ക് ഇവിടെ ലഭിക്കണം. അപ്പൊ അതുപോലെ കുട്ടികൾ ഓരോരുത്തരും തന്റെ സ്ഥിതിയെ തയ്യാറാക്കി സൈലൻസിന്റെ അനുഭവത്തിന് അന്തർമുഖരായിട്ട് വരണം. ഓപ്ഷൻ